നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്, അയ്യോ പിന്നെ കാണുന്നില്ലല്ലോ, ശരി. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്താന്നല്ലേ? എന്താ അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ CMA ഇന്റർമീഡിയറ്റിന്റെ പേപ്പർ നമ്പർ 7 ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും കമ്പൈൻഡ് ആണ്. ഡയറക്ട് ടാക്സിന് 50 മാർക്ക്, ഇൻഡയറക്ട് ടാക്സിന് 50 മാർക്ക്. ഓക്കെ, നിങ്ങൾ ഡയറക്ട് ടാക്സ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇൻഡയറക്ട് ടാക്സിന്റെ GST പോർഷൻ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തത് ഇൻഡയറക്ട് ടാക്സിൽ കുറച്ച് സാധനം പെൻഡിങ് ഉണ്ട്, അതാണ് കസ്റ്റംസ്. കസ്റ്റംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോണത്. ഈ വീഡിയോ നമ്മുടെ മെജോറിറ്റി സ്റ്റുഡൻസും നമ്മുടെ ആപ്ലിക്കേഷനിലായിരിക്കും കാണുക. അല്ലാത്ത കുറെ ആൾക്കാരെ യൂട്യൂബിൽ കാണുന്നുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാണ്, നിങ്ങൾ ഡയറക്ട് ടാക്സിന്റെയും ഇൻഡയറക്ട് ടാക്സിന്റെയും അതുമാത്രമല്ല ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന അതേ ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ പോകുന്ന താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറില്ലേ, അതിലൊന്ന് കോൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ശരി, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കസ്റ്റംസ് ആക്ട്. കസ്റ്റംസ് ആക്ട് ഇത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നിങ്ങളുടെ CMA ഇന്റർമീഡിയറ്റിന്റെ ഇൻഡയറക്ട് ടാക്സിന്റെ ടെക്സ്റ്റ് ആണ്. ശരി, ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓൾറെഡി നിങ്ങളുടെ GST ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. GST ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ ഈ കസ്റ്റംസ് ആക്ടിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്, അതായത് അതിന്റെ മാർക്സിന്റെ വെയിറ്റേജ്. എന്നാൽ വെറുതെ ഒന്ന് പറയാം, നമുക്ക് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സിന് 50 മാർക്കാണുള്ളത്. ടോട്ടൽ എത്ര മാർക്കാണുള്ളത്? 50 മാർക്ക്. അതായത് GSTയും കസ്റ്റംസും കൂടെ ചേർത്തിട്ട് 50 മാർക്ക്. GSTയും കസ്റ്റംസും കൂടെ ചേർത്തിട്ട് 50 മാർക്ക്. ഇതിൽ GST ചോദിക്കുന്നത് എത്ര മാർക്കിനാ? 40 മാർക്കിനാ. GST എത്ര മാർക്കിന് ചോദിക്കും? 40 മാർക്കിന് ചോദിക്കും. വളരെ സിമ്പിളാ. നമ്മൾ മൊത്തം എത്ര ക്ലാസ് എടുത്തത്? എനിക്ക് തോന്നുന്നു GST ആകെ 19 ക്ലാസ് ആണ് നമ്മൾ എടുത്തത്. 19 ക്ലാസ് കൊണ്ട് എൻ്റെ GST ടെക്സ്റ്റിലുള്ള ഇലുസ്ട്രേഷൻസ് എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? സിയുടെ സ്റ്റഡി മെറ്റീരിയലും ചില സ്ഥലത്തൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ശരി, അത്രേ ഉള്ളൂ. ശരി, അപ്പൊ നമ്മൾ ഇനി പെൻഡിങ് ഉള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ കസ്റ്റംസാ. എന്താണ് കസ്റ്റംസ്? കസ്റ്റംസ് ആക്ട് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. എത്ര മാർക്കിന്? 10 മാർക്കിന്. എത്ര മാർക്കിനാണ്? 10 മാർക്കിന്. ശരി, നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ സ്ട്രാറ്റജി എന്താ? അതായത് CMA ഇന്റർമീഡിയറ്റിന് ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ എക്സാം എഴുതുന്നെങ്കിൽ, ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ഇതേ സെയിം സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കാം. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 200 മാർക്ക് സ്കോർ ചെയ്യണം. എത്ര മാർക്ക് സ്കോർ ചെയ്യണം? 200 മാർക്ക്. ടോട്ടൽ നമുക്ക് ഒരു ഗ്രൂപ്പിൽ 4 പേപ്പറാണ് ഉള്ളെങ്കിൽ ഒരു സബ്ജക്റ്റിന് നമ്മൾ 50 മാർക്ക് സ്കോർ ചെയ്യണം. ഒരു സബ്ജക്റ്റിന് നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം? 50 മാർക്ക്. ശരി, 50 മാർക്ക് സ്കോർ ചെയ്യണം നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ മിനിമം 65 മാർക്കിനെങ്കിലും, അതായത് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ 100 മാർക്സിന് 100 മാർക്കിന് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ 65 മാർക്ക് എനിക്ക് ഷുവർ ഷോട്ടായിട്ട് കിട്ടുമെന്ന് ഉറപ്പിച്ച്, അതായത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് 65 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നതാണ്. വളരെ നന്നായിട്ടും വളരെ സൂപ്പറായിട്ടും ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 65 മാർക്ക് ഷുവർ ഷോട്ടാണ്. ഇനി ബാക്കിയുള്ളതെല്ലാം കുറച്ച് കൺഫ്യൂഷൻസ് അതിന്റെ അസംഷൻസ് വെച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 65 മാർക്ക് ഷുവർ ഷോട്ടായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. 65 മാർക്കില്ല, 100നും എഴുതണം. അതിൽ 65 മാർക്കിന് കറക്റ്റ് ഉത്തരങ്ങളുണ്ട്. പിന്നെ 100ന് എനിക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും. അതായത് 100ൽ ബാക്കിയുള്ള ഒരു 35 മാർക്സ് എനിക്ക് എക്സ്ട്രാ കിട്ടും എന്നുള്ള രീതിയിൽ എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് മിനിമം ഒരു 50 മാർക്ക്, 50 കിട്ടില്ല, ഒരു 45 to 50 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയിൽ ഡയറക്ട് ടാക്സ് 50 മാർക്കിന്റെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇതിൽ നമ്മൾ മിനിമം ഒരു 30 മാർക്സ്, 30+ എങ്കിലും മേടിക്കും. ഇൻഡയറക്ട് ടാക്സ് GST രണ്ടും കൂടെ ചേർത്ത് 50 മാർക്ക് ഉണ്ട്. ഇതിൽ GSTയിൽ നമുക്ക് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിൽ 40 മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. വേണ്ട, നമുക്ക് അവിടെയും ഒരു 25 അല്ലെങ്കിൽ 30 മാർക്ക്, 25 അല്ലെങ്കിൽ 30 മാർക്ക്. കസ്റ്റംസിന് 10 മാർക്കാണുള്ളത്. ഈ 10 മാർക്കും വാങ്ങാൻ ഞാൻ സഹായിക്കാം. കാരണം 100 മാർക്കിന്റെ എക്സാമാണ്, 3 മണിക്കൂറാണ് എക്സാം. അപ്പൊ 10 മാർക്കിന് എക്സാം എത്രയാ? അതായത് 100 മാർക്കിന്റെ എക്സാം എഴുതാനായിട്ട് നമുക്ക് 3 മണിക്കൂർ കിട്ടും. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ 10 മാർക്കിന് വെറും 30 മിനിറ്റ്, അരമണിക്കൂർ മാത്രം എക്സാമിന് ചെലവഴിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസിന്റെ ഏറ്റവും വലിയ അജണ്ട, അതായത് നമ്മുടെ ഈ കസ്റ്റംസ് ആക്ടിന്റെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറഞ്ഞാൽ 10 മാർക്കിനെ ചോദിക്കുകയുള്ളൂ. അരമണിക്കൂർ പ്രസന്റ് ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ വളരെ മിനിമൽ ടൈം കൊണ്ട് കസ്റ്റംസ് ആക്ട് നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എഫക്റ്റീവ് ആവും. ഇപ്പൊ കസ്റ്റംസ് ആക്ടിന് നമ്മൾ ഒരു 10, 15, 20 ലെക്ചർ എടുത്ത് പഠിച്ചു എന്ന് വെച്ചു, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര വലുതായിട്ട് നമ്മൾ പഠിച്ചു എന്ന് വെച്ചു, കാര്യമുണ്ടോ? ഇല്ല. കാരണം അതിനേക്കാളും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ 90 മാർക്കിന് ഓൾറെഡി 90 മാർക്കിന് ഓൾറെഡി പഠിക്കാൻ കിടക്കുക. GST 40ഉം അതുപോലെ DT 50 മാർക്കിന് പഠിക്കാൻ കിടക്കുക. അപ്പൊ ഇതിനാണ് നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. 10 മാർക്കിന്റെ കസ്റ്റം വളരെ ഈസി ആയിട്ടുള്ള ഒരു 4 ചാപ്റ്ററാണ്. ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. അപ്പൊ ഈ 10 മാർക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ആ ഒരു കാര്യം പ്രോമിസ് ചെയ്യാം, വളരെ കുറച്ച് ടൈം കൊണ്ട് 10 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഈ കസ്റ്റംസ് ആക്ട് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാണ് നമ്മുടെ ഈ എൻറ്റയർ കസ്റ്റംസിന്റെ സീരീസിന്റെ അജണ്ട. എന്താണ്? മിനിമൽ ടൈം, ഫുൾ ഐറ്റംസ് നമ്മൾ പഠിച്ചു തീർക്കണം, 10 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. 10 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസിന്റെ അജണ്ട. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയില്ലേ? കസ്റ്റംസ് ആക്ട് ഡയറക്ട് ടാക്സ് പഠിച്ചാലേ പഠിക്കാൻ പറ്റുമെന്നില്ല, ഇൻഡയറക്ട് ടാക്സ് പഠിച്ചാലേ പഠിക്കാൻ പറ്റും, GST പഠിച്ചാലേ ഈ കസ്റ്റംസ് ആക്ട് പഠിക്കാൻ പറ്റുമെന്നില്ല. കസ്റ്റംസ് എന്ന് പറയുന്നത് എൻറ്റയർലി വേറൊരു ആക്ട് ആണ്. എങ്കിലും ഡയറക്ട് ടാക്സിന്റെ ഇൻഡയറക്ട് ടാക്സിന്റെ ബേസ് ഉണ്ടെങ്കിൽ കസ്റ്റംസ് കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ?
ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കസ്റ്റംസിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കി. കസ്റ്റംസിൽ നമുക്ക് പഠിക്കാൻ 4 ചാപ്റ്റർ ആണുള്ളത്. എത്ര ചാപ്റ്റർ ഉള്ളത്? 4 ചാപ്റ്റർ. ഒന്നാമത്തെ ചാപ്റ്ററിന് ഒറ്റ ക്ലാസ് മതി. ഒന്നാം ചാപ്റ്ററിന് എത്ര ക്ലാസ് മതി? ഒരേ ഒരു ക്ലാസ് മതി. ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് അതും വളരെ സിമ്പിൾ ആണ്, അതിന് ഒരു ക്ലാസ് മതി. ശരി, ഇതിൽ ഈ വാല്യുവേഷനും കമ്പ്യൂട്ടേഷനും വേണ്ടിയിട്ട് നമുക്ക് ഒരു മൾട്ടിപ്പിൾ ഒരു 3-4 ക്ലാസ്സസ് വേണ്ടി വരും. ക്ലാസിന്റെ ലെങ്ത് നമ്മൾ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും പഠിച്ചത് പോലെ ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ ഒന്നും പോവില്ല. അതിനുള്ളിൽ ഒരു 1 അവർ ആണ്. പിന്നെ നമുക്ക് ടൈമിന്റെ ലക്ഷറി ഉള്ളതുകൊണ്ട് കുറച്ച് സമയം കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. ഒരു 1 അവർ അത്രേ ഉള്ളൂ. 1 അവർ മാക്സിമം അത്രേ വരുള്ളൂ നമ്മളെ ഈ കസ്റ്റംസിന്റെ ലെക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 മൊഡ്യൂൾസേ പഠിക്കാനുള്ളൂ. മൊഡ്യൂൾ 6 ആണ്. 6ൽ 6.1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 ഐറ്റംസ്. ഫസ്റ്റ് ബേസിക്സ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ബേസിക്സ് തീർക്കും. പിന്നെ 6.2 ആണ്, അത് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലാസ്. പിന്നെ മറ്റേത് രണ്ടെണ്ണം നമുക്ക് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിന് മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ നമ്മൾ എടുക്കും. അതുപോലെ അതിന്റെ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യാം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ GSTയും ഡയറക്ട് ടാക്സും ഒക്കെ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ചിട്ട് തന്നെ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതും കൂടെ നമുക്ക് മനസ്സിലാക്കി പ്രസന്റേഷന്റെ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നമുക്ക് കസ്റ്റംസ് ആക്ടിന്റെ ടെക്സ്റ്റ് കസ്റ്റംസ് മൊഡ്യൂൾ 6 ഇതാ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 6 ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി, നമ്മൾ ഇത് വെച്ചാണോ പഠിക്കുന്നത്? ഇല്ല, നമുക്ക് നമ്മുടേതായ നോട്ട്സ് ഉണ്ട്, അത് വെച്ചിട്ട് പഠിക്കാം. ശരി, ഇതിൽ മൊഡ്യൂൾ 6 ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ മാത്രം വെറുതെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. വെറുതെ നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ മാത്രം ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ ഒരു കുഴപ്പമില്ല. മൊഡ്യൂൾ 6.1 മുതലാണ് നമ്മൾ ആക്ച്വലി പഠിക്കാൻ തുടങ്ങുന്നത്. 6.1 മുതലാണ് ആക്ച്വൽ കണ്ടന്റ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റംസിന്റെ കണ്ടന്റ് തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയാണ് ഈ സംഭവം വന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡയറക്ട് ടാക്സ് പഠിച്ച സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു. ഡയറക്ട് ടാക്സ് എന്താ പറഞ്ഞു തന്നെ, അതായത് പണ്ട് കുറേ കാലങ്ങൾ മുന്നേ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിൽ വരുന്നത് ആ ഒരു ടൈമിനെ വേൾഡ് വാർ സമയത്തൊക്കെയാണ് ഒരു ടാക്സ് കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു പോസിബിലിറ്റിയെ പറ്റിയിട്ട് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, ഇന്ത്യക്കാരല്ല, അവർ ബ്രിട്ടീഷുകാരൊക്കെ തീരുമാനിച്ചത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ടാക്സ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നത്. കറക്റ്റല്ലേ? അത് ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുന്നെയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുന്നെയൊക്കെയാണ് ഈ ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞ അതിന്റെ ഒരു ഏർലി സ്റ്റേജ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അത് പല രീതിയിൽ മോഡിഫൈ ചെയ്ത് ബ്രിട്ടീഷുകാർ വന്നു പോയി നമ്മുടേതായ രീതിയിൽ നമ്മൾ ടാക്സ് സിസ്റ്റം കണ്ടുപിടിച്ചു. ഇൻകം ടാക്സ് ആക്ട് 1961 ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഡയറക്ട് ടാക്സിൽ പഠിച്ചത്. ശരി, അത് കഴിഞ്ഞ് ഇൻഡയറക്ട് ടാക്സിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞു GST പുതിയൊരു ലോയ അല്ലെ, 2016-17 ആ ഒരു കാലഘട്ടത്തെ ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നു പുതിയൊരു ലോയാണ് GST എന്ന് പറയുന്നത്. ശരി, പക്ഷേ GSTക്ക് മുന്നേ ഏകദേശം ഒരു 10-17ഓളം അതിനേക്കാളും കൂടുതൽ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റംസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പല ടൈപ്പ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ഉണ്ടായിരുന്നു. അതെല്ലാം സബ്സ്യൂംഡ് ആയിട്ട് അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു ടാക്സ് ആണ് GST. പക്ഷേ GST മാത്രമല്ല, GST പോലെ തന്നെയുള്ള വേറെ കുറച്ച്, അതായത് എക്സൈസ് ഡ്യൂട്ടിയും ചില രീതിയിലുള്ള വേറെ കുറച്ച് ടാക്സുകളും കുറച്ച് ഇൻഡയറക്ട് ടാക്സുകളും ഇന്ത്യയിലുണ്ടെന്ന് നമ്മൾ GST പഠിച്ചു തുടങ്ങിയപ്പോൾ പഠിച്ചു. കറക്റ്റല്ലേ? അപ്പൊ നമുക്ക് കസ്റ്റംസ് എങ്ങനെയാ വന്നതെന്ന് പറയാം. പണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാ? വേർഡ് വെച്ചിട്ടല്ലേ. കസ്റ്റംസ് ആക്ട് എന്താണ്? കസ്റ്റംസ് ആക്ട് എന്നല്ലേ? അപ്പൊ ഈ രണ്ട് കസ്റ്റംസ് ആക്ട് അല്ല, കസ്റ്റംസ് ഡ്യൂട്ടി നമുക്ക് ആ വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കാം. നിങ്ങൾ നോക്കി, നിങ്ങൾ പണ്ട് മുതലേ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സിവിക്സ്, പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ്. കസ്റ്റം ആൻഡ് ട്രഡീഷൻ എന്ന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എന്താ? നമ്മുടെ തലമുറകളായിട്ട് കൈമാറി വന്ന നമ്മൾ അനുഷ്ഠിക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലെ, കസ്റ്റം ആൻഡ് ട്രഡീഷൻ. ഇത് ഓരോ മതത്തിൻ്റെതായിട്ടും അല്ലെങ്കിൽ ഓരോ ജാതികളുടേതായിട്ടും അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന ആ ഒരു കൾച്ചറൽ ഏരിയയുടെ ജോഗ്രഫിക്കലായിട്ടും ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന കുറേ കസ്റ്റം ആൻഡ് ട്രഡീഷൻസ് ഒക്കെ ഉണ്ട്. കറക്റ്റല്ലേ? ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായിട്ട്, അതുപോലെ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ചെയ്ത് വരുന്ന ജോലി. ആ കസ്റ്റം തന്നെയാണ് ഇവിടെ. കസ്റ്റം ഉദ്ദേശിക്കുന്നത് എന്താ? കസ്റ്റം അതൊരു കീഴ്വഴക്കം. എക്സാക്ട് മലയാളം നമുക്ക് അങ്ങനെ പറയാം, ഒരു കീഴ്വഴക്കം. നമ്മൾ പല കോമഡികളായിട്ടൊക്കെ പറയത്തില്ല, അതാണല്ലോ കീഴ്വഴക്കം എന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ കസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന ഒരു കീഴ്വഴക്കം, അതാണ് കസ്റ്റം. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇതെന്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ചെയ്തേ പറ്റൂ. ഞാനത് ചെയ്തേ പറ്റൂ അല്ലെ? ആസ് എ സ്റ്റുഡന്റ് നമ്മുടെ ഡ്യൂട്ടി എന്താ? വളരെ നന്നായിട്ട് പഠിക്കാമെന്ന് ഞാൻ പറയില്ല, എക്സാം പാസ്സാവണം, അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ മിനിമം പഠിക്കാം. നന്നായിട്ട് അറിവ് നേടാനായിട്ട് പഠിച്ചോ, പ്രാക്ടീസ് ചെയ്യാനായിട്ട്, ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചോ, ഓക്കെ, അടിപൊളി. പക്ഷേ എന്തായാലും ആസ് എ സ്റ്റുഡന്റ് മിനിമൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, പാസ്സാവാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ പഠിക്കണം. ശരി, അപ്പൊ കസ്റ്റം, ഡ്യൂട്ടി, ഇത് രണ്ടിനെ നമുക്ക് ചേർത്ത് വെക്കാം. അപ്പൊ പറഞ്ഞു വന്ന് പണ്ട് കുറേ കാലങ്ങൾ മുന്നേ നമ്മുടെ നാടെല്ലാം കുറേ രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്നില്ലേ? രാജാക്കന്മാരെ മാത്രമല്ല, ഒറ്റ രാജാവ് മാത്രമല്ല, തിരുവിതാംകൂറിൽ തന്നെ ഒരു മഹാരാജാവുണ്ട്. അതിന്റെ കീഴിൽ തന്നെ ചെറിയ പ്രിൻസിലി സ്റ്റേറ്റ്സുകളൊക്കെ ഭരിക്കുന്ന മറ്റു ചില രാജാക്കന്മാരുണ്ട്. പിന്നെ അതിന്റെ കീഴിൽ ജന്മി, കുടിയാൻ, അങ്ങനെ കുറെ വ്യവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഓക്കെ, അപ്പോൾ പണ്ട് മുതലേ ഉള്ള എല്ലായിടത്തും ലോകരാജ്യങ്ങളിൽ മുഴുവൻ മനുഷ്യന്മാരും മൃഗങ്ങളും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ.
എന്താണ്? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഒരു അടിപൊളി പഴഞ്ചൊല്ലല്ലേ ഇത്? എന്താ? ആരുടെ കയ്യിലാണോ പവർ ഉള്ളത്, സ്ട്രെങ്ത് ഉള്ളത്, അവനാണ് കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ അവനാണ് മെയിൻ, അവനാണ് റോൾ ഇറക്കുന്നത്, അവനാണ് മെയിൻ ആള്. കറക്റ്റ് അല്ലേ? സെയിം പരിപാടി തന്നെ ഇവിടെ. ഏത് രാജാവിന്റെ കയ്യിലാണോ സ്ട്രെങ്ത് ഉള്ളത്, ഏത് രാജാവിനാണോ വെൽത്ത് ഉള്ളത്, ഏത് രാജാവിനാണോ പടയാളികളും ബുദ്ധിയൊക്കെ ഉള്ളത്, ആ രാജാവായിരിക്കും നമ്മുടെ നാട് ഭരിക്കുക അല്ലെ? മറ്റൊരാൾ ഇവിടെ വന്ന് ഇൻവേഡ് ചെയ്ത് തമ്മിൽ യുദ്ധമായി ആരാണോ ശക്തൻ അവൻ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് ടേക്ക് ഓവർ ചെയ്യും. അതാണ് പണ്ട് മുതലുള്ള സിസ്റ്റം. മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്, തമ്മിൽ അടികൂടി ഒറ്റയ്ക്കാണ് അവർ എന്ത് ചെയ്യുന്ന ഒരു ശക്തനെ ഒരു പോരാളിയും അല്ലെങ്കിൽ അവരുടെ ലീഡറിനെയൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ശരി, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഒരു രാജാവിന്റെ സ്റ്റേറ്റിൽ നിന്ന്, ഒരു പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജാവിന്റെ രാജ്യത്ത് നിന്ന് നമ്മൾ മറ്റൊരു രാജാവിന്റെ രാജ്യത്തേക്ക് പോവാണ്. എന്തിനു വേണ്ട? കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? പണ്ട് മുതലേ നമ്മുടെ കൾച്ചറൽ എക്സ്ചേഞ്ചുകൾക്കും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി തന്നെ, മനുഷ്യന്മാർ തന്നെ പല രാജ്യത്തേക്ക്, പല സ്ഥലങ്ങളിലേക്ക്, ലോകത്തിന്റെ പല പല സ്ഥലങ്ങളിലേക്ക് ചെല്ലാനുള്ള ഒരു കാരണമാണ് ഈ പറയുന്ന ട്രേഡ്. അപ്പൊ കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രാജാവിന്റെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജാവിന്റെ രാജ്യത്തേക്ക് പോകേണ്ടി വരും. ഇത് എക്സാക്ട് സയൻസോ ഹിസ്റ്ററിയോ ഒന്നും അല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആവാമെന്നുള്ള അസംഷൻസ് ആണ്. ഇത് മാത്രമല്ല, ഇതുപോലെ വേറെ കുറെ കാരണങ്ങളും ഉണ്ടാവും. ശരി, എന്നാലും പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാണേ. സോറി. അപ്പൊ രാജാവിന്റെ അടുത്ത് പോവാം. അപ്പൊ രാജാവിനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കച്ചവടം ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ചെറിയൊരു പങ്ക് രാജാവിന് കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് കച്ചവടം ചെയ്യാൻ പോകുന്നത് കുറച്ച് കിറ്റ്കാറ്റ് ആണ്. രാജാവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കച്ചവടം ചെയ്യാൻ പോകുന്ന സാധനത്താ കുറച്ച് കിറ്റ്കാറ്റ്. എന്തെങ്കിലും ഒരു 100 കിറ്റ്കാറ്റ് ഉണ്ട്. അപ്പൊ രാജാവിനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 10 കിറ്റ്കാറ്റ്, രാജാവേ വെച്ചോ, ഞാൻ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് കച്ചവടം ചെയ്യണേ. രാജാവ് ഹാപ്പി. എനിക്ക് 10 കിറ്റ്കാറ്റ് കിട്ടി. രാജാവിന്റെ വെൽത്ത് കൂടി. കിറ്റ്കാറ്റ് ഒന്നും അല്ല, അന്നത്തെ കാലം വേറെ, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ ഫണി ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ രാജാവ് ഹാപ്പി. ശരി, അതൊരു കസ്റ്റമായി മാറി. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കച്ചവടം ചെയ്യാൻ പോകുന്ന ആള്, അവിടുത്തെ മെയിൻ ആൾ ആരാണോ, രാജാവാം അല്ലെങ്കിൽ ജന്മിയാവാം, ആരെങ്കിലും ആയിക്കോട്ടെ, അയാൾ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ, നമുക്ക് കച്ചവടം ചെയ്യാനുള്ള അനുമതി തരാൻ വേണ്ടിയിട്ട്, അയാളൊന്ന് സോപ്പിട്ട് നിൽക്കാൻ, ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കച്ചവടം ചെയ്യുന്ന സാധനത്തിന്റെ ഒരു ചെറിയ പങ്ക് കൊടുത്തു. അതൊരു കസ്റ്റമായി മാറി. കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കീഴ്വഴക്കമായിട്ട് മാറി. എല്ലാവരും ഫോളോ ചെയ്ത് വരുന്ന ഒരു കീഴ്വഴക്കമായിട്ട് മാറി. ശരി, അപ്പൊ രാജാവ് ഒരു കാര്യം ചെയ്തു. എന്നൊരു കാര്യം ചെയ്തു, ഈ കീഴ്വഴക്കത്തെ നമുക്കൊരു ഡ്യൂട്ടി ആക്കാം. ഈ കീഴ്വഴക്കത്തെ നമുക്ക് എന്താക്കാം? ഒരു ഡ്യൂട്ടി ആക്കാം. അങ്ങനെ എന്താ മാറി? കസ്റ്റംസ് ഡ്യൂട്ടി. നിങ്ങളുടെ കീഴ്വഴക്കമാണ്, പക്ഷെ ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് നമ്മുടെ കസ്റ്റം ഡ്യൂട്ടി. ശരി, അപ്പൊ നമുക്ക് നമ്മുടെ റിയൽ വേൾഡ് സിറ്റുവേഷൻ പറയാം. ഇപ്പൊ ആക്ച്വലി എങ്ങനെയാണെന്ന് നമുക്ക് സംസാരിക്കാം. ശരി, നമ്മുടെ രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കച്ചവടം ചെയ്യാൻ പോകുന്നു. ഇന്ത്യയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കച്ചവടം ചെയ്യാനായിട്ട് പോകണു. ഗുഡ്സ് അല്ലേ? അപ്പൊ ഗുഡ്സിനെ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയുടെ രാജാവിന്റെ അടുത്ത് നമ്മൾ പറയാണ്, ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണേ, അതിന് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി എന്നാ പിടിച്ചോ, ക്യാഷ് ആയിട്ട് വെച്ചോ, കസ്റ്റം ഡ്യൂട്ടി. അതുപോലെ പുറത്തുനിന്ന് ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്ത സാധനം നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് നമ്മൾ വീണ്ടും കൊടുത്തു കുറച്ച് കസ്റ്റം ഡ്യൂട്ടി. പിടിയോ? ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ചെയ്യും. അതെന്തിനാ? നേരത്തെ പറഞ്ഞ കഥയിൽ നമ്മൾ എവിടെയാണോ കച്ചവടം ചെയ്യാൻ പോകുന്നത് ആ രാജാവിനല്ലേ ഡ്യൂട്ടി കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഇപ്പൊ റിയൽ വേൾഡിൽ ചിന്തിക്കരുത്. ഇപ്പൊ നമ്മൾ കസ്റ്റംസ് ആക്ട് പഠിക്കാൻ, ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് നമ്മൾ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഇതിന് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കസ്റ്റം ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കും. കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പൊ കസ്റ്റംസ് ആക്ടിന്റെ ഒരു ഹിസ്റ്ററി, കസ്റ്റംസ് ആക്ട് എന്താണ് സംഭവം നിങ്ങൾക്ക് ബേസിക്കലി മനസ്സിലായില്ലേ? ഞാൻ വളരെ ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറിയാണ് പറഞ്ഞത്, പക്ഷേ ഇതൊരു സത്യമാണ്. പണ്ടൊക്കെ ഇങ്ങനെ ആവാം മേ ബി. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റാ. മനസ്സിലായോ? ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? ശരി, അപ്പൊ ഞാൻ നോട്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. അതാ വിളിച്ചോ നമ്മുടെ നോട്ട്സ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കഥയും കാര്യങ്ങളൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല, അതിനൊന്നും ആവശ്യമില്ല നമുക്ക്. ശരി, നമുക്ക് നമ്മുടെ മൊഡ്യൂൾ 6.1 നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളാണ്. മൊഡ്യൂളിന്റെ പേരെന്താണ്? കസ്റ്റംസ് ആക്ട്. ബേസിക് കോൺസെപ്റ്റും അതുപോലെ കുറച്ച് ഡെഫിനിഷൻസും. കസ്റ്റംസ് ആക്ടിന്റെ കുറച്ച് ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം, കുറച്ച് ഡെഫിനിഷൻസും മനസ്സിലാക്കണം. ശരി സാറേ, എന്നാൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സാർ തന്നെയാണല്ലോ ഞങ്ങൾ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും പഠിപ്പിച്ചത്. ഈ ടാക്സ് പഠിപ്പിച്ച സമയത്ത് ഞങ്ങളോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുവായിരുന്നു സംഭവം, ഓർമ്മയുണ്ടോ? അതായത് ഞങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിരക്ഷയുണ്ട്. എന്താ? നോ ടാക്സ് ക്യാൻ ബി ലെവിഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ ദ അതോറിറ്റി ഓഫ് ലോ. പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നത്. എന്താ? നോ ടാക്സ് ക്യാൻ ബി ലെവിഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ ദ അതോറിറ്റി ഓഫ് ലോ. നിയമപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ പാലിച്ച് ആ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് നമ്മുടെ പാർലമെന്റ് ഹൗസിൽ എന്ത് ചെയ്യുക, ഓരോരുത്തരും ഒരു മെജോറിറ്റി അംഗീകരിച്ച് പാസ്സാക്കി വന്ന് പ്രസിഡന്റ് ഒപ്പുവെച്ച് ഒരു ആക്ടായി, ഒരു ലോ ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു ടാക്സ് കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ മുകളിലേക്ക് ലെവി ചെയ്യാനും ഇമ്പോസ് ചെയ്യാനും നമ്മൾ സമ്മതിക്കും. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന പരിരക്ഷ. അങ്ങനെ എന്തെങ്കിലും സാധ്യത ഇവിടെ ഉണ്ടോ?
അതോ ചുമ്മാ വന്നിട്ട് നാളെ വന്നിട്ട് ഞങ്ങൾക്ക് കസ്റ്റംസ് തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരും? ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് ടാക്സ് നമ്മുടെ ടാക്സ് കളക്ട് ചെയ്യണം എന്ന് ലോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ തരാം. ഈ ചോദ്യം അന്ന് ചോദിക്കാൻ പറഞ്ഞതാ. അപ്പൊ അന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് ഡയറക്ട് ടാക്സ്, ഇൻകം ടാക്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എങ്ങനെയാണ് ഇൻകം ടാക്സ് നിലവിൽ വന്നതെന്ന്. അപ്പൊ ഇൻഡയറക്ട് ടാക്സ് തുടങ്ങി GST പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചു എങ്ങനെയാണ് GST നിലവിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യമേ അത് പഠിക്കണ്ടേ? ഈ പറയുന്ന കസ്റ്റംസ് ആക്ടിന് എന്തെങ്കിലും നിയമപ്രകാരമുള്ള സാധ്യത ഉണ്ടോ എന്ന് പഠിക്കണ്ടേ? അല്ലെ? നിയമപ്രകാരമുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് പഠിക്കണ്ടേ? ഇവിടെ ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കാരണം 3 ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും അറിയാലോ. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്നത്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച്. GST കൺകറന്റ് ലിസ്റ്റിൽ വരത്തില്ലേ? ഡയറക്ട് ടാക്സ് യൂണിയൻ ലിസ്റ്റിലല്ലേ വരുന്നത്? ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ അവിടെ പഠിച്ച അതേ കാര്യം, അവിടെ നമ്മൾ പഠിച്ച അതേ എൻട്രി നമ്പർ ഇവിടെ ഞാൻ ഒന്നും കൂടി പറയാം. ഒന്നുമില്ല, നമ്മുടെ ഈ പറഞ്ഞ കസ്റ്റംസ് ആക്ടിലെ എനാക്റ്റഡ് ബൈ ദ പാർലമെന്റ് ഇൻ 1962, 1962 വന്നത്. അതിന് മുന്നേ കുറെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഈ കസ്റ്റംസ് ആക്ട് ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ മുന്നത്തെ കാര്യം നമ്മൾ ഇനി എന്തിനാണ് പഠിക്കുന്നത്? വിട്ടേക്ക്. ശരി, ആസ് പെർ ലിസ്റ്റ് 1 ഓഫ് യൂണിയൻ ലിസ്റ്റ്, ആസ് പെർ ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്നും ലിസ്റ്റ് 1 എന്നും കേട്ടാൽ നമുക്കറിയാം അത് ആരുമായിട്ട് ബന്ധപ്പെടുന്ന, സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്ന. ഓക്കെ, ശരി. അപ്പൊ സാർ ഈ യൂണിയൻ ലിസ്റ്റിന്റെ എൻട്രി നമ്പർ ഉണ്ടല്ലോ, ആ എൻട്രി നമ്പറോട് ഒന്ന് പറഞ്ഞുതരാം. എൻട്രി നമ്പർ 83. ശരി, ഇവിടെ വെച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. നേരെ ഡയറക്ട് ടാക്സിൽ പോകണം, അവിടുത്തെ എൻട്രി നമ്പർ റിവൈസ് ചെയ്യണം. നേരെ ഇൻഡയറക്ട് ടാക്സിൽ GST പോകണം, അവിടുന്ന് വന്നേക്കുന്ന എൻട്രി നമ്പർ കൂടി ഒന്ന് റിവൈസ് ചെയ്തോണം. ചെയ്യുവേ? ശരി. അപ്പോൾ എൻട്രി നമ്പർ 83 യൂണിയൻ ലിസ്റ്റ് ഷെഡ്യൂൾ 7 കൂടി ഒരുമിച്ച് വായിക്കണം. അങ്ങനെയാണ് നമ്മുടെ GST നിലവിൽ വന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ടോ? ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉണ്ട്. ശരി ശരി അടുത്ത് നോക്കി, കസ്റ്റംസ് ആക്ട് 1962 എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ മുഴുവൻ ഇത് ആപ്ലിക്കബിൾ ആണ്, വിത്ത് എഫക്ട് ഫ്രം 29 മാർച്ച് 2018. വെയിറ്റ് ചെയ്യും, എന്താണെന്നൊരു സംഭവം. അതായത് പണ്ട് നിങ്ങൾ ഏത് ആക്ട് എടുത്ത് നോക്കിയാലും, അതായത് ഇന്ത്യയിലുള്ള മിക്ക ആക്ട് എടുത്ത് നോക്കിയാലും, ആക്ട് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്നായിരുന്നു എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത്. ആക്ട്, അതായത് ഏതെങ്കിലും ഒരു ആക്ട് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ, അതായത് കമ്പനീസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ നിസാന ആപ്ലിക്കബിൾ അല്ലായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഇന്ത്യ നിലവിൽ വന്ന സമയത്ത്, ഇന്ത്യ നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ മാപ്പ് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. അതിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മുടെ തലയാണ് ജമ്മു ആൻഡ് കാശ്മീർ, അല്ലെ? ഒരു ഓട്ടം തുള്ളലിൽ ആരും ഇങ്ങനെ നിൽക്കുന്ന പോലെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഉള്ളത്, ഇങ്ങനെയല്ലാതെ ഇന്ത്യയുടെ മാപ്പ് ഉള്ളത് സങ്കല്പിച്ചു നോക്കി. അതിൽ തലയാണ് ജമ്മു ആൻഡ് കാശ്മീർ. തലയില്ലെങ്കിൽ ഇന്ത്യ മാപ്പിന് ഒരു സുഖമുണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ച സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യ നിലവിൽ വന്ന സമയത്ത്, ഈ പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീർ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള ചോദ്യത്തിന്, അല്ലേ, പണ്ടതൊരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു, അവിടെ ഒരു രാജാവ് ഭരിക്കുന്നുണ്ടായിരുന്നു. എക്സാക്ട്ലി ഹിസ്റ്ററിയൊക്കെ പറയാനാണെങ്കിൽ നമ്മൾ കുറെ റെഫർ ചെയ്തിട്ടേ പറയാൻ പറ്റും, നല്ലൊരു ഐഡിയ ഇതാ. അപ്പൊ അന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാന്റെ കൂടെയും പോകണില്ല, ഇന്ത്യയുടെ കൂടെയും പോകണില്ല, ഞങ്ങളൊരു സെപ്പറേറ്റ് രാജ്യമായിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് പറ്റില്ല, ആരുടെയെങ്കിലും ഒരാളുടെ കൂടെ പോയി പറ്റും. എന്നപ്പോൾ ഒരു കാര്യം ചെയ്തു, ഇന്ത്യയുടെ കൂടെ നിന്നോ ഞങ്ങൾക്ക് സ്പെഷ്യൽ പ്രിവിലേജ് തരാം. എന്താ പ്രിവിലേജ്? ഞങ്ങൾ പറയുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗത്താണ്. ലോകരാജ്യങ്ങളിൽ എവിടെ നോക്കിയാലും ആര് നോക്കിയാലും ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂൾസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോ, നിങ്ങളുടെ ടാക്സ് കളക്ഷൻ നിങ്ങൾ തന്നെ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനീസ് ആക്ട് നിങ്ങൾ തന്നെ ചെയ്തോ, നിങ്ങളുടെ ഗവൺമെന്റ് GST കളക്ഷനും കാര്യങ്ങളും പരിപാടികളെല്ലാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോ, നിങ്ങളുടെ സ്വന്തം പ്രിവിലേജ് ആണ്. പിടിക്കുക. അപ്പൊ അവർക്ക് എല്ലാം സെപ്പറേറ്റ് റൂൾസും റെഗുലേഷൻസും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് രാജാവ് ഒപ്പിട്ട് കരാർ വെച്ചിട്ട് ഇന്ത്യയുടെ ഭാഗമായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ വന്നത്. ആ സ്പെഷ്യൽ സ്റ്റേറ്റസ് തന്നെ എടുത്തു മാറ്റി ഇപ്പോൾ ഉള്ള എല്ലാ ആക്ടുകളും എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിനെ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യത്തില്ല. എല്ലാവർക്കും ഈ സാധനം ആപ്ലിക്കബിൾ ആണ്. ഹിസ്റ്ററിയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ മതി. ശരി, ഇനി അടുത്ത കാര്യം നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഡയറക്ട് ടാക്സിന്റെ അപ്പെക്സ് ബോഡി എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്. ഇൻഡയറക്ട് ടാക്സിന്റെ അപ്പെക്സ് ബോഡി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്, അല്ലെ? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഇതിന്റെ പണ്ടത്തെ പേരെന്താണെന്നറിയോ? GST വരുന്നതിന് മുന്നേ ഉള്ള പേരെന്താണെന്നറിയോ? സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നായിരുന്നു. സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നായിരുന്നു. ഇപ്പൊ എക്സൈസ് ആകെ 1-2 ചെറിയ ഗുഡ്സുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എക്സൈസ് ആൻഡ് കസ്റ്റംസ് വേണ്ട, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്നാണ് നമ്മുടെ പുതിയ പേര്. പിടിയോ? മനസ്സിലായോ? ഇതിൽ കമ്മീഷൻ ഓഫ് കസ്റ്റംസിന്റെ കാര്യം നിങ്ങൾ ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ടത്, കാര്യം ഞാൻ അതോറിറ്റിയുടെ കാര്യം കൊടുത്തിട്ടുണ്ട്, നമുക്കപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ശ്രദ്ധിച്ചോ. അതായത് നമ്മുടെ ഈ കസ്റ്റംസ് ആക്ടില്ലേ, ഈ കസ്റ്റംസ് ആക്ട് ഗുഡ്സിന് മാത്രമാണ് ആപ്ലിക്കബിൾ. ആർക്ക് മാത്രം? ഗുഡ്സിന് മാത്രമാണ് ആപ്ലിക്കബിൾ. ഗുഡ്സിന് മാത്രമാണോ കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ ആയിട്ട് വരാം? ഗുഡ്സിന് മാത്രമാണോ കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ? അപ്പൊ സർവീസിന് ആപ്ലിക്കബിൾ അല്ലേ? സർവീസിന്റെ കാര്യങ്ങൾ കുറെ നമ്മൾ GST പഠിച്ചതാ. പറയാം, പുറത്തുനിന്നുള്ള ഒരാള്
നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ഇന്ത്യയിൽ വന്ന് ഒരു ടാക്സബിൾ സർവീസ് നടത്തുകയാണെങ്കിൽ അവിടെ GST കളക്ട് ചെയ്യണം. ഇയാൾ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് സപ്ലൈ നടത്തുന്നതിന് മുന്നേ തന്നെ രജിസ്ട്രേഷൻ എടുക്കണമെന്നും അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ശരി, പുറത്തോട്ട് പോയി സർവീസ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സിറ്റുവേഷൻസ് നമ്മൾ GST ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ സർവീസിനെ നേരെ അങ്ങോട്ട് ഒഴിച്ചു നിർത്തി ഗുഡ്സ്. എന്താണ് ഗുഡ്സ്? ഗുഡ്സ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലാണ് അവിടെ എന്ത് വരുന്നത്? കസ്റ്റംസ് വരുന്നത്. ശ്രദ്ധിച്ചേ, കസ്റ്റം ഡ്യൂട്ടി ഈസ് ലെവിഡ് ഓൺ ഇമ്പോർട്ടേഷൻ ആൻഡ് എക്സ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. കസ്റ്റം ഡ്യൂട്ടി ഈസ് ലെവിഡ് ഓൺ ഇമ്പോർട്ടേഷൻ ആൻഡ് എക്സ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഇതാണ് നമ്മുടെ ടാക്സബിൾ ഇവന്റ്. ശരി, ഇൻകം ടാക്സിലെ ടാക്സബിൾ ഇവന്റ് എന്തായിരുന്നു അറിയാലോ? ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതായിരുന്നു ടാക്സബിൾ ഇവന്റ്. ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ അസസ്മെന്റ് ഇയർ. കറക്റ്റ് അല്ലേ? ശരി, GSTയിലെ ടാക്സബിൾ ഇവന്റ് എന്താ? സപ്ലൈ ആണ്. സപ്ലൈ നടന്നു കഴിഞ്ഞാൽ അത് GST ലെവിയബിൾ ആണ്. കറക്റ്റ് അല്ലേ? ശരി, അതുപോലെ നമ്മുടെ കസ്റ്റംസിന്റെയും ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോർട്ടേഷൻ ഓർ എക്സ്പോർട്ടേഷൻ. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്തേ. ഇവിടെ ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്താണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സെക്ഷൻ നമ്മൾ ഈ പറഞ്ഞ ടാക്സബിൾ ഇവന്റ് കാര്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കാം. ചാർജിങ് സെക്ഷൻ 12 എന്താ? ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റം ഷാൾ ബി ലെവിഡ് അറ്റ് എ റേറ്റ് സ്പെസിഫൈഡ് അണ്ടർ കസ്റ്റംസ് ടാരിഫ് ആക്ട്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓർ എനി അതർ ലോ ഇൻഫോഴ്സ് ആയിക്കോട്ടെ. ഇതിൽ ഇമ്പോർട്ടേഷൻ എന്താ നോക്കിയെന്നേ? ഇമ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് വേണ്ട, ഇതിപ്പോ പഠിക്കണ്ട, നമുക്ക് ഇത് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പഠിക്കാം. ഈ ബേസിക്സിന്റെ കുറച്ചും കൂടെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഈ സെക്ഷൻ 12 പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ശരി, നന്നായിട്ട് മനസ്സിലായി. ശരി, നമ്മൾ GST പഠിച്ചപ്പോൾ പറഞ്ഞു GST ആക്ട് ഉണ്ട്, GSTയുടെ റൂൾസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? GST ആക്ട് ഉണ്ട്, GSTയുടെ റൂൾസ് ഉണ്ട്. ഇൻകം ടാക്സ് പഠിച്ചപ്പോൾ പറഞ്ഞു ഇൻകം ടാക്സ് ആക്ട് 1961 ഉണ്ട്, ഇൻകം ടാക്സ് ആക്ട് റൂൾസ് 1962 ഉണ്ട്. ശരി, ഇത് റൂൾസ് നമ്മൾ ഫുൾ പഠിക്കുകയൊന്നും വേണ്ട. പകരം നമ്മൾ എവിടെയാണോ ആവശ്യമുള്ളത് അത് മാത്രം പഠിച്ചാൽ മതി. ഡയറക്റ്റ് ടാക്സിലും ഇൻകം ടാക്സിലും അങ്ങനെ തന്നെ ആയിരുന്നു, GSTയിലും അങ്ങനെ തന്നെ ആയിരുന്നു. എവിടെയാണോ റൂൾസ് ആവശ്യം അവിടെ മാത്രം നമ്മൾ ആ പെർട്ടിക്കുലർ റൂൾ നമ്പർ സ്പെസിഫൈ ചെയ്ത് നമ്മൾ പഠിക്കും. മെയിൻലി വാല്യുവേഷന്റെ റൂൾ ആപ്ലിക്കബിൾ ആയിരുന്നു. ആ വാല്യുവേഷന്റെ റൂൾസ് നമ്പർ പഠിക്കണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്, GSTയിലും ഇൻകം ടാക്സിലും. ശരി, അതുപോലെ നമ്മുടെ കസ്റ്റംസിലും ഉണ്ട് മൾട്ടിപ്പിൾ ആക്ടുകൾ. ഒന്ന് നമ്മുടെ കസ്റ്റംസ് ആക്ട് ഉണ്ട്, ഒന്ന് നമ്മുടെ എന്തുണ്ട്? കസ്റ്റംസ് ആക്ട് ഉണ്ട്. പിന്നെ കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 നോക്കട്ടെ. എന്തുകൊണ്ട്? കസ്റ്റംസ് ആക്ട് ഉണ്ട് 1962, കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 ഉണ്ട്. പിടിക്കും. സോ അതെന്താ? ഇൻകം ടാക്സ് ആക്ട് 1961 ആയിരുന്നു, അപ്പൊ റൂൾസ് 1962 ആണ്. അത് വന്നതിന്റെ റീസൺ അസസ്മെന്റ് ആണ്, അതായത് പ്രീവിയസ് ഇയർ അസസ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണെന്നൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചത്. പക്ഷെ ഇവിടെ നോക്കി, കസ്റ്റംസ് ആക്ട് വന്നത് 1961 ആണ്, പക്ഷേ കസ്റ്റംസ് ആക്ടിന്റെ റൂൾ വന്നത് 1975 ആണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കേണ്ട. പണ്ട് കസ്റ്റംസ് ആക്ട് മാത്രമേ വന്നുള്ളൂ, അതിനുശേഷം കസ്റ്റംസ് ആക്ടിന്റെ ഏത് റൂൾസ്, അതായത് സത്യം പറഞ്ഞാൽ ഈ ആക്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, പ്രൊവിഷൻസ് എല്ലാം ആക്ടിൽ പറയും. അത് കഴിഞ്ഞിട്ട് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 എന്താ പറയുന്നത് അറിയോ? റേറ്റ്സുകളാണ്. എന്താ പഠിക്കുന്നത്? റേറ്റ്സ്. അപ്പൊ ഇതിനു മുന്നേ റേറ്റ്സുകൾ ഒരു നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് റിലീസ് ചെയ്യും. നോട്ടിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ റേറ്റ്സ് ഒക്കെ വന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് 1975 പ്രോപ്പറായിട്ട് ഒരു ആക്ട് ആയിട്ട് തന്നെ കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? മനസ്സിലായി? നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. നോക്കി, ലെവി ഓഫ് കസ്റ്റം ഡ്യൂട്ടി, ചാർജിങ് സെക്ഷൻ 12 ആണ്. ഈ 12 നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റം ഷാൾ ബി ലെവിഡ് ഓൺ ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഓർ എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. ഓക്കെ, ആസ് സച്ച് എ റേറ്റ് as may be specified under Customs Tariff Act 1975 except provided in this act ആയിക്കോട്ടെ, time being in force. ഓക്കെ, വിട്ടേക്ക്. അടുത്ത ഈ പോയിന്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് നമ്മളെല്ലാം പഠിച്ചിട്ട് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ചില ഗുഡ്സുകൾക്ക് കസ്റ്റംസ് മേടിക്കത്തില്ല. നോക്കി, എബോ പ്രൊവിഷൻ ഷാൾ അപ്ലൈ ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ ഗുഡ്സ് ബിലോങ്ങിങ് ടു ഗവൺമെന്റ് ഓൾസോ. ഗവൺമെന്റിന്റെ ഗുഡ്സുകൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ എക്സെപ്റ്റ് ഇമ്പോർട്ടേഷൻ ബൈ ഇന്ത്യൻ നേവി എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വരത്തില്ല. സ്പെസിഫൈഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ് ബൈ പോലീസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ കോസ്റ്റൽ ഗാർഡ് എക്സെട്ര. അപ്പോൾ ഗവൺമെന്റിന്റെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി എന്താ പറയുക ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇമ്പോർട്ടേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ അല്ലെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇതിന്റെ ചെറിയൊരു ഡിസ്കഷൻ ഉണ്ട്. ശരി, അപ്പോൾ അടുത്ത കസ്റ്റംസ് ആക്ടിൽ എന്താ പറയുന്നത്? കസ്റ്റംസ് ആക്ടിൽ പറയുന്നത് പ്രൊവിഷൻസ് ആണ്. അതായത് ലെവി, കളക്ഷൻ ഓഫ് ഡ്യൂട്ടി, പ്രൊഹിബിഷൻ, ഇമ്പോർട്ടേഷൻ, എക്സ്പോർട്ടേഷന്റെ പ്രൊസീജിയേഴ്സ്, അപ്പീൽ, ഡിമാൻഡ്, റീഫണ്ടിന്റെ പറ്റിയിട്ടൊക്കെ ഇവിടെ പറയുന്നത്. ഇതിൽ ഡിമാൻഡ്, റീഫണ്ട്, അപ്പീൽ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. ജസ്റ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയർ വരെയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ശരി, അപ്പോൾ കസ്റ്റംസ് ടാരിഫ് ആക്ടിൽ എന്താ പറയുന്നത്? ടാരിഫ് ആക്ടിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആണ് പറയുന്നത്. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്? ശരി, എന്ന് പറഞ്ഞാൽ എന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്? എന്തിനാന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിനും ഓരോ റേറ്റാണ്. ഓരോ ക്ലാസിഫിക്കേഷൻ, അത് ഓരോ ഗുഡ്സിനെ ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്, അതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. അതുകൊണ്ടാണ് ഗുഡ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുപോലെ റേറ്റ്സ് കസ്റ്റംസ് ടാരിഫ് ആക്ടിന്റെ ഷെഡ്യൂൾ 1 ഇമ്പോർട്ടേഷന്റെ റേറ്റും ഷെഡ്യൂൾ 2 എക്സ്പോർട്ടേഷന്റെ റേറ്റുമാണ് പറയുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ റേറ്റുമാണ് ഇതിനകത്ത് ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 പറയുന്നത്. ക്ലിയർ ആയില്ലേ?
ക്ലിയർ ആയില്ലേ? സിമ്പിൾ അല്ലേ? ശരി, അടുത്തത് സോഴ്സസ് ഓഫ് ലോ. ആഹാ, കൊള്ളാം. നമ്മൾ നിങ്ങളുടെ പേപ്പർ നമ്പർ 5 എന്താ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിൽ തന്നെ പഠിക്കുന്ന സാധനം. സോഴ്സസ് ഓഫ് ലോ. ഒരു ലോയുടെ സോഴ്സ് എന്താണ്? ഇനി പ്രത്യേകിച്ച് ഇവിടെ ഞാൻ ഒന്നും പറയണ്ട. നിങ്ങൾ ഇപ്പോൾ ഈ പഠിക്കുന്ന കസ്റ്റംസ് ആക്ട് കംപ്രൈസസ് ഓഫ് എന്തൊക്കെയാ? ഒന്നുമില്ല, കസ്റ്റംസ് ആക്ട് 1962, കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975, അതുപോലെ കുറെ റൂൾസും റെഗുലേഷൻസ്. കസ്റ്റംസ് ആക്ട് നമ്മളിപ്പോൾ എന്താണെന്ന് പഠിച്ചു, കസ്റ്റംസ് ടാരിഫ് ആക്ട് ഇപ്പോൾ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ റൂൾസും റെഗുലേഷൻസും എന്താ? ഒന്നുമില്ല, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഇല്ലേ, അവർ കൊണ്ടുവന്നിരിക്കുന്ന കുറേ റൂൾസും റെഗുലേഷൻസും ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ പഠിക്കണം. ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ പഠിക്കണം. കാരണം നോക്കി, ആപ്ലിക്കബിലിറ്റി ഓഫ് കസ്റ്റംസ് ആക്ട് എന്തോ നോക്കി, കസ്റ്റംസ് ആക്ട് 1961 ഇസ് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ. ഓൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ ഇത് ആപ്ലിക്കബിൾ ആണ്. ഇന്ത്യയിൽ മുഴുവൻ ഈ സംഭവം ആപ്ലിക്കബിൾ ആണ്. ശരി സാറേ, ഇന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. ഇത്രയും നാള് ഡയറക്ട് ടാക്സും അതായത് ഇൻകം ടാക്സും GSTയും പഠിച്ചതിന്റെ ഒരു വീക്ഷണത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ GSTയിൽ ഞങ്ങൾ എന്താ ഇന്ത്യയുടെ ഡെഫിനിഷൻ പഠിച്ചു, ഇൻകം ടാക്സിലും ഇന്ത്യയുടെ ഡെഫിനിഷൻ പഠിച്ചു. കാരണം ഇത് പഠിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും അല്ലെ? കാരണം ഇന്ത്യയുടെ ടെറിട്ടറി എന്താണ്, ഇന്ത്യയിൽ വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, സ്കൈ ഉണ്ട്, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ എവിടെ വെച്ച് ട്രാൻസാക്ഷൻ നടത്തിയാലാണ് ഇന്ത്യ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഏത് രാജ്യത്തിനാണ് അവകാശമുള്ളത് എന്നൊക്കെ നമ്മൾ പഠിക്കണം. കറക്റ്റ് അല്ലേ? നിങ്ങൾ ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്ത് നോക്കി, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പ്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇതിനകത്തുണ്ട്. ശരി, അത് നമുക്ക് ഇന്ത്യ മാത്രം ഒന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യ നോക്കാം. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ റൈറ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാൾ ഉണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഏറ്റവും അറ്റം സൗത്ത് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓഷൻ ഉണ്ട്. ശരി, ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അറേബ്യൻ ഓഷൻ ഉണ്ട്. ഇനി ഏറ്റവും മുകളിൽ ഈ സൈഡിൽ നമ്മുടെ ഹിമാലയൻ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് പാകിസ്ഥാൻ ഉണ്ട്, ചൈന ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ അഫ്ഗാനിസ്ഥാൻ, നമ്മുടെ കുറെ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ 3/4 വെള്ളമാണ്. കസ്റ്റംസ് കൂടുതലും നടക്കുന്നത് വെള്ളത്തിലൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി, ബാക്കിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാ, നമ്മുടെ ഭൂപ്രകൃതി അങ്ങനെയാണ്. നമുക്ക് പല ഡൈവേഴ്സ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണുള്ളത്. മരുഭൂമിയുണ്ട്, മഞ്ഞ് വീഴുന്ന സ്ഥലമുണ്ട്, നല്ല ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലമുണ്ട്, മഴ ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാ ക്ലൈമറ്റും ഉണ്ട് നമ്മൾ. പക്ഷെ നിങ്ങൾ നോക്കി, ഇന്ത്യയുടെ വേറൊരു പ്രത്യേകത ഇതാ, ഏത് രാജ്യത്ത് നിന്ന് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വരാൻ എളുപ്പമാണ്. ഒരു തുറന്ന സീ തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലെ? ഈ സീ കൂടെ ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യ ഒരു കച്ചവടത്തിന്റെ ഹബ്ബാണ്, സത്യം പറഞ്ഞാൽ ഒരു കച്ചവടത്തിന്റെ ഹബ്ബാണ്. അപ്പോൾ ഇമ്പോർട്ടേഷനും എക്സ്പോർട്ടേഷനും കൂടുതൽ നടക്കുന്ന ഇത് വഴിയാണ്. ഇമ്പോർട്ടേഷൻ എക്സ്പോർട്ടേഷൻ കൂടുതൽ നടക്കുന്നത് നമ്മുടെ സീ വഴിയാണ്, കടൽ മാർഗം, ഓഷ്യൻ വഴിയാണ് കൂടുതൽ ഇമ്പോർട്ടേഷനും എക്സ്പോർട്ടേഷനും നടക്കുന്നത്. പിടിയോ? അപ്പോൾ പ്രോപ്പറായിട്ട് ഇന്ത്യ ഡിഫൈൻ ചെയ്യണം. അത് ഇന്ത്യയിൽ ഈ വാട്ടർ എത്രയാണ്, ലാൻഡ് എത്രയാണ്, സ്കൈ എത്രയാണെന്നൊക്കെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആൾക്കാർ നമ്മുടെ ആക്ടിലെ ലൂപ്പ് ഹോൾ കണ്ടെത്തും, ടാക്സ് ഇവേഷൻ ചെയ്തുകൊണ്ട് പോകും, ടാക്സ് അവോയ്ഡ് ചെയ്തുകൊണ്ട് പോകും. അത് നമ്മൾ പെർമിറ്റ് ചെയ്യുമോ? ഇല്ല, അതൊരിക്കലും നമ്മൾ പെർമിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ഇന്ത്യ എന്ന്. ഇന്ത്യയുടെ ഡെഫിനേഷൻ എന്തായാലും പഠിക്കണം. കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഡെഫിനേഷൻ പഠിക്കാം. പഠിച്ച് മടുത്ത്. കാരണം ഡയറക്ട് ടാക്സിൽ ഇന്ത്യയുടെ ഡെഫിനേഷൻ പഠിച്ച്, GSTയിലും ഇൻഡയറക്ട് ഡെഫിനേഷൻ പഠിച്ചത്, ഇവിടെ ഇന്ത്യയുടെ ഡെഫിനേഷൻ പഠിക്കണം. സിമ്പിളാണ്. ആ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു അഡീഷൻ മാത്രമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഒന്നുമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ലാൻഡ് വരും, ശരി, വാട്ടർ വരും, അതുപോലെ എയറും വരും. ഇന്ത്യ എന്ത് വരും? ലാൻഡ് വരും, വാട്ടർ വരും, എയറും വരും. കറക്റ്റ് അല്ലേ? ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, നമ്മുടെ ആർട്ടിക്കിൾ അനുസരിച്ച് നമ്മുടെ ടെറിട്ടറി എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്പെസിഫൈ ചെയ്യുന്ന എല്ലാ സാധനവും ടെറിട്ടോറിയൽ ലാൻഡ്, അത് ഇന്ത്യ തന്നെയാണ്. ഓക്കെ അല്ലേ? എയർ എന്ന് പറഞ്ഞാൽ എന്താ നോക്കി, എയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡിന്റെ എയറും പ്ലസ് ടെറിട്ടോറിയൽ വാട്ടറിന്റെ എയറും നിങ്ങൾ GST പഠിച്ചപ്പോഴും ഇൻകം ടാക്സ് പഠിച്ചപ്പോഴും GST പഠിച്ചപ്പോഴും ഒക്കെ ഈ പറഞ്ഞ ടെറിട്ടോറിയൽ വാട്ടർ പഠിച്ചല്ലേ? അത്രേ ഉള്ളൂ ഇവിടുത്തെയും പരിപാടി എന്ന് പറയുന്നത്. ശരി, അപ്പോൾ നമുക്ക് വാട്ടറിന്റെ കാര്യമാണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞുതരാം. വാട്ടർ ഫസ്റ്റ്, ടെറിട്ടോറിയൽ വാട്ടർ എത്ര നോട്ടിക്കൽ മൈൽസ് ആണ്? നേരത്തെ പഠിച്ച അതേ സെയിം തന്നെയാണ്, 12 നോട്ടിക്കൽ മൈൽസ്. ഇതിൽ എന്ത് സാറേ നോട്ടിക്കൽ മൈൽ എന്നൊന്നും ചോദിക്കരുത്. അതായത് നമ്മൾ നാട്ടിൽ നമ്മുടെ കിലോമീറ്റർ ഒക്കെ പറയാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? അല്ലെ, ഡിസ്റ്റൻസ് പറയാൻ ഉപയോഗിക്കുന്നത് കിലോമീറ്റർ ആണ്. കിലോമീറ്റർ പവർ ആണ് നമ്മൾ പെർ അവർ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഇന്ത്യയിൽ നിന്ന് എർത്തിൽ നിന്ന് മൂൺ വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ പറയാം? നമ്മൾ ലൈറ്റ് ഇയേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിന്റെ വേഗത അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പലതിനും പല സ്പീഡാണ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാറില്ലേ നമ്മൾ? വണ്ടിയുടെ ടോർക്കിനൊക്കെ ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് എന്നും ഹൗസ് പവർ എന്നൊക്കെ പറയാറുണ്ട്, ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. അതുപോലെ പല മെഷർമെന്റ്സ് ഉണ്ട്. ശരി, ഓഷന്റെ മെഷർമെന്റ്, അതിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് എന്ത് നോട്ടിക്കൽ മൈൽസ്. എന്ത് വിളിക്കും? നോട്ടിക്കൽ മൈൽസ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ എന്നറിയുമോ? 1.852 കിലോമീറ്റേഴ്സ് ആണ്. 1.852 കിലോമീറ്റേഴ്സ് ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഇന്ത്യയിൽ നിന്നും 1.2 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ദൂരമാണ് ടെറിട്ടോറിയൽ വാട്ടർ. ശരി, അപ്പൊ നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, ഇതിനപ്പുറത്തോട്ടുള്ളതാണ് ലാൻഡ്. ആ ലാൻഡ് എന്തായാലും ഇന്ത്യയാണ്. ശരി, ഇനി അടുത്തത് നമ്മുടെ സീ ലൈൻ. ഇതാണ് ബേസ് സീ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽ തീരം.
നമ്മുടെ കടൽ തീരം, ലാൻഡും ഓഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, ആ ഒരു ബേസ് ലൈൻ. ആ ബേസ് ലൈനിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ്, ഇത്രയുണ്ട് 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ദൂരത്തിന് നമുക്ക് എന്ത് വിളിക്കും? ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വിളിക്കും. ഈ ടെറിട്ടോറിയൽ വാട്ടറിന്റെ ഫുൾ റൈറ്റ് മാർക്കാണുള്ളത് ഇന്ത്യക്കാണുള്ളത്. ഈ ടെറിട്ടോറിയൽ വാട്ടറിന്റെ ഫുൾ റൈറ്റ്സ് മാർക്കാണുള്ളത് ഇന്ത്യക്കാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ടെറിട്ടോറിയൽ വാട്ടറിന്റെ സീബെഡ്, സബ്സോയിൽ എല്ലാം ഫുൾ റൈറ്റ്സും ഇന്ത്യക്ക് തന്നെയാണുള്ളത്. അവിടുത്തെ വെള്ളവും വെള്ളത്തിനടിയിലുള്ള ആ ഒരു കടലിന്റെ അടിത്തട്ടും അതിന്റെ അടിയിലുള്ള മണ്ണും ഫുൾ റൈറ്റ്സ് മാർക്ക് തന്നെയാണുള്ളത് ഇന്ത്യയിലുള്ളത്. ഇനി അത് മാത്രമല്ല, അതിന് മുകളിലുള്ള എയർ സ്പേസും ഇന്ത്യക്ക് തന്നെയുള്ളത്. അതിന് മുകളിലുള്ള എയർ സ്പേസും ഇന്ത്യക്ക് തന്നെയുള്ളത്. അപ്പൊ ലാൻഡ് കഴിഞ്ഞു, എയർ കഴിഞ്ഞു. എയർ എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ് പ്ലസ് ടെറിട്ടോറിയൽ വാട്ടർ. ലാൻഡിന്റെയും ടെറിട്ടോറിയൽ വാട്ടറിന്റെയും 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള മുകളിലുള്ള സ്ഥലവും എന്ത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഫസ്റ്റ് ടെറിട്ടോറിയൽ വാട്ടർ. ടെറിട്ടോറിയൽ വാട്ടർ കംപ്ലീറ്റ് റൈറ്റ്സും ഇന്ത്യക്ക് തന്നെയാണ്. എന്താ? അതിന്റെ സീബെഡും സീബെഡും സബ്സോയിലും അണ്ടർലൈങ് സച്ച് വാട്ടറും എന്ത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. ശരി, ഇനി ശ്രദ്ധിച്ചോ, കോണ്ടിനെന്റൽ ഷെൽഫും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും. കോണ്ടിനെന്റൽ ഷെൽഫും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും. കോണ്ടിനെന്റൽ ഷെൽഫും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും. ഇതിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ തന്നെയാണ് ഇമ്പോർട്ടന്റ്. മറ്റതും ഇതിന് അണ്ടറിൽ തന്നെ വരുന്ന സാധനം. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം, ചില സ്പെസിഫിക് പർപ്പസ്. എന്താണ് ആ സ്പെസിഫിക് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, എന്താന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് മിനറൽ ഓയിൽസ് ഇൻക്ലൂഡിങ് പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്. നമുക്ക് കടലിന്റെ അടിയിൽ നിന്ന് നാച്ചുറൽ ഗ്യാസും പെട്രോളിയം പ്രൊഡക്ട്സും ഒക്കെ കുഴിച്ചെടുക്കാനായിട്ട് പറ്റും. പല മൈൻസും സീലുണ്ട്, കറക്റ്റ് അല്ലേ? അത് ഈ പറഞ്ഞ 12 നോട്ടിക്കൽ മൈൽസിന്റെ ഒക്കെ അപ്പുറത്തായിരിക്കാം. പിടിയോ? അവിടുന്ന് കളക്ട് ചെയ്യുന്നത് നമുക്ക് ഇന്റർനാഷണൽ ട്രേഡ് പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഏത് രാജ്യത്തിന്റെ അതിർത്തിയിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്തിനാണോ അതിന് അവകാശം, ആ രാജ്യമായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ പോയി ഈ പറഞ്ഞ മിനറൽസും പെട്രോളും കാര്യങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്നത്. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്ഥലം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, 200 നോട്ടിക്കൽ മൈൽസ്. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സോണിനെ നോട്ടിഫൈ ചെയ്തു. അത് എന്തിനു വേണ്ടിയിട്ട് മാത്രം? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽ ഓയിൽസ്. അത് മാത്രമല്ല, അതിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്ഥലം ഉപയോഗിക്കാം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇന്ത്യയാണ്. പിടിയിട്ടോ? ശരി. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ ചൂണ്ടയിടാനും മീൻ പിടിക്കാനും ഒക്കെ പോകുന്നുണ്ട്. എവിടം വരെ പോകും? ഈ പറഞ്ഞ ടെറിട്ടോറിയൽ വാട്ടർ വരെ പോകും. 12 നോട്ടിക്കൽ മൈൽസ് വരെ പോകുള്ളൂ. അതിനൊക്കെ അപ്പുറത്താണ്, കുറേ അപ്പുറത്ത് നമുക്കിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഒരു ഓയിൽ റിഗ് ഉണ്ടെന്ന് വെച്ചാൽ, ഓയിൽ റിഗ്, ഒരു എണ്ണപ്പാടമുണ്ട് കടലിനുള്ളിൽ. അതൊരു 150 നോട്ടിക്കൽ മൈൽസ് അപ്പുറം, അതും ഇന്ത്യ തന്നെയാണ്. പിടിയോ? അപ്പം 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലത്തിന്റെ ഫുൾ റൈറ്റ്സും ഇന്ത്യയാണ്. പക്ഷേ 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലം, അതും ബേസ് ലൈനിൽ നിന്നാണ്. ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലം, അവിടെയുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ ഓയിൽ പ്രൊഡക്ഷൻ, ഓയിൽ റിഗ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽ ഓയിൽസോ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം, ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഇന്ത്യയാണ്. പിടിയോ? അപ്പൊ അവിടുന്ന് സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. പിടിയോ? അത് ഇന്ത്യയുടെ അവകാശമാണ്. അപ്പൊ അവിടെ നിന്നുള്ള സാധനത്തിന് നമുക്ക് ഇന്ത്യക്ക് കസ്റ്റം ഡ്യൂട്ടി കാര്യങ്ങളും മേടിക്കാനായിട്ട് പറ്റും. ശരി. പിന്നെ കോണ്ടിനെന്റൽ ഷെൽഫ് സെയിം തന്നെയാണ്. കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തിന് അടിയിലുള്ള സ്ഥലം, ഈ പറഞ്ഞ സ്ഥലത്തിന് താഴ്ഭാഗത്തുള്ള സ്ഥലം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 12 നോട്ടിക്കൽ മൈൽസ് പറഞ്ഞില്ലേ? ഇനി ഇതേ സെയിം നമ്മൾ ഈ പറഞ്ഞ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലം, ഇവിടെയാണ് 200 നോട്ടിക്കൽ മൈൽസ്. ഈ 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലം എന്താണ്? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. എന്താണ്? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. പിടിയോ? കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഇതിനടിയിൽ താഴെയുള്ള ഈ ഒരു ഷെൽഫ് എന്ന് പറഞ്ഞാൽ അടിത്തട്ട് എന്നൊക്കെ പറയില്ലേ, കോണ്ടിനെന്റൽ ഷെൽഫ്. ശരി. ഈ പറഞ്ഞതിന് അപ്പുറത്തുള്ള സ്ഥലം എന്താ? ഈ 200 നോട്ടിക്കൽ മൈൽസിന് അപ്പുറത്തെ സ്ഥലം ഉണ്ടല്ലോ, ഇതിനെയാണ് ഹൈ സീ എന്ന് വിളിക്കുന്നത്. ഹൈ സീ ഒരിക്കലും ഒരു രാജ്യത്തിന്റെയും ജൂറിസ്ഡിക്ഷനിൽ വരില്ല. പിടിയോ? അത് ഹൈ സീ ആണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ വാട്ടർ എന്നൊക്കെ വിളിക്കാം. അതിന് എന്ത് വിളിക്കാം? ഇന്റർനാഷണൽ വാട്ടർ എന്ന് വിളിക്കാം. ഹൈ സീ ആണ്. അത് ഈ 200 നോട്ടിക്കൽ മൈൽസിനും അപ്പുറത്തുള്ള സ്ഥലത്തിന് നമുക്ക് അതിനങ്ങോട്ടുള്ളതെല്ലാം ഹൈ സീ എന്ന് വിളിക്കാം. ഈ 12 നോട്ടിക്കൽ മൈൽസിന് ഇപ്പുറത്തുള്ള സ്ഥലത്തിനെല്ലാം ഇന്റർനാഷണൽ വാട്ടർ എന്ന് വിളിക്കാം. പിടിയോ? പക്ഷേ ഓയിൽ റിഗ്സ് ഇന്റർനാഷണൽ വാട്ടർ ആണോ? ഓയിൽ റിഗ്സ് എന്ന് പറഞ്ഞ ഒരു പർപ്പസിന് വേണ്ടി മാത്രം അത് ഇന്ത്യയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. പിടിയോ? ശരി. അപ്പോൾ നമ്മൾ നോക്കി ഇന്ത്യയുടെ ഡെഫിനിഷൻ നിങ്ങൾ എന്താ നോക്കി? ലാൻഡ് ഇന്ത്യയാണ്, വാട്ടർ ഇന്ത്യയാണ്, ടെറിട്ടോറിയൽ വാട്ടർ 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സബ്സോയിലും എയർ സ്പേസും സീബെഡും എല്ലാം ഇന്ത്യ തന്നെയാണ്. ഇനി എക്സ്ക്ലൂസീവ് എക്കണോമിക്സ് ആണ് ഒരു പർപ്പസിന് വേണ്ടി മാത്രം, പ്രൊഡക്ഷൻ, എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മിനറൽ ഓയിൽസ് അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ്, നാച്ചുറൽ ഗ്യാസ് എന്ത് വേണമെങ്കിലോ. പിന്നെ അതിനടിയിലുള്ള കോണ്ടിനെന്റൽ ഷെൽഫും ഇന്ത്യ തന്നെ ആണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ നമ്മുടെ മറൈൻ ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ മാരിടൈം സോൺ ആക്ട് ഉണ്ട്. ആക്ടിനകത്ത് ഏതെങ്കിലും സ്ഥലത്തിന് ടെറിട്ടോറിയൽ വാട്ടർ എന്നും കോണ്ടിനെന്റൽ ഷെൽഫ് എന്നും എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇന്ത്യ തന്നെയാണ്. ഇനി ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ചെറിയ തുരുത്തോ ഐലൻഡോ ബേയോ ഗൾഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇന്ത്യ തന്നെയാണ്. ഞാനിവിടെ എഴുതിയിട്ടില്ല, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, അതും ഇന്ത്യ തന്നെ ആണ്. ശരി. അപ്പോൾ ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ടെറിട്ടോറിയൽ വാട്ടറുള്ള സ്ഥലമാണ് ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ. അതിനപ്പുറത്തുള്ള നമുക്ക് എന്ത് വിളിക്കാം? ഇന്റർനാഷണൽ വാട്ടർ എന്ന് വിളിക്കാം. പിടിയോ? മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒരു മാപ്പ് വരയ്ക്കാം. എപ്പോഴും വരയ്ക്കുന്ന പോലെ ഇന്ത്യ എങ്ങനെ കിടക്കുന്നത്? ഒരു നമ്മുടെ ഇതൊരുമാതിരി
ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങൾ കാണുന്നില്ലേ വളരെ മനോഹരമായി ഇന്ത്യ വരയ്ക്കാറുള്ളതല്ലേ? ടോയിങ് ടോയിങ്. ഇതാണ് നമ്മുടെ ഇന്ത്യ. ആ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തോ. മുകളിൽ സാധനം ഉണ്ട്, വിട്ടേക്ക്. നമുക്ക് വെള്ളമാണല്ലോ വേണ്ടത്. അപ്പൊ ഇവിടുന്ന് 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാം. ശരി, ഇവിടുന്ന് 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലത്തിന് നമുക്ക് എന്ത് വിളിക്കാം? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കാം. താഴെയുള്ള ഈ സ്ഥലത്തിന് എന്ത് വിളിക്കാം? കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് വിളിക്കാം. കോണ്ടിനെന്റൽ ഷെൽഫ് സോൺ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്തിനു വേണ്ടിയിട്ട് മാത്രം? ഓയിൽ റിഗുകൾക്ക് വേണ്ടിയിട്ട് മാത്രം. ശരി, ഈ ടെറിട്ടോറിയൽ വാട്ടർ ആണെങ്കിലോ, ടെറിട്ടോറിയൽ വാട്ടർ കംപ്ലീറ്റ് റൈറ്റും ആർക്കാ? ഇന്ത്യക്ക് ഉള്ളത്. അപ്പൊ അതിന് മുകളിലുള്ള എയർ സ്പേസും ഇന്ത്യക്ക് തന്നെ ഉള്ളത്. അതിന് മുകളിലുള്ള എയർ സ്പേസും സീബെഡും സബ്സോയിലും എല്ലാം ഇന്ത്യക്ക് തന്നെയാണ് ഉള്ളത്. പിടിയിട്ടോ? നന്നായിട്ട് മനസ്സിലാവും. ഇനി ഈ പറഞ്ഞ ടെറിട്ടോറിയൽ വാട്ടറിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തുരുത്തുണ്ട്, ഒരു ചെറിയ ഐലൻഡ് ഉണ്ട്, അപ്പൊ അതും ഇന്ത്യ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്ത് പോവാണ്, നമ്മൾ കന്യാകുമാരി പോകുന്ന വെച്ചോ. കന്യാകുമാരി പോയി കഴിഞ്ഞാൽ വിവേകാനന്ദ പാറ കാണാനില്ലേ? വിവേകാനന്ദ പാറ നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ലാൻഡ് കഴിഞ്ഞു, എന്നിട്ട് കടലിന്റെ നടുക്കൊരു പാറയിലാണ് ഈ വിവേകാനന്ദ പാറ ഇരിക്കുന്നത്. അത് 12 നോട്ടിക്കൽ മൈൽസിന് അകത്താണെങ്കിൽ അത് ഇന്ത്യ തന്നെയാണ്, ആസ് പെർ കസ്റ്റംസ് ആക്ട്. ആസ് പെർ കസ്റ്റംസ് ആക്ട്. പിടിക്കോ? ഹൈസി എന്താ? ഹൈസി അറിയാലോ, അറിയാം. അപ്പോ ഞാനിവിടെ തൊട്ട് താഴെ കുറച്ച് സ്ഥലം പിടിച്ചിരിക്കുന്നത് ഇതുപോലൊരു ഓട്ടംതുള്ളലുകാരന്റെ പടം നിങ്ങൾ വരയ്ക്കണം. അല്ല, ഓട്ടംതുള്ളലുകാരൻ്റെ അല്ല, ഇന്ത്യയുടെ പടം നിങ്ങൾ വരയ്ക്കണം. ഇത് അമീബയല്ല, ഇത് ഇന്ത്യയാണ്. ഓക്കെ, ശരി, അത് മനസ്സിലായി. ഇനി നമ്മുടെ ക്ലാസ് ഇതാ ഇപ്പൊ തീരും നമ്മുടെ ക്ലാസ്. എന്താ? ഒന്നുമില്ല. അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് ഗുഡ്സിന്റെ ഡെഫിനിഷനാണ്. എന്താണ് ഗുഡ്സ്? എന്റെ പൊന്നു സാറേ, GST ഞങ്ങൾ ഗുഡ്സ് എന്താണെന്ന് പഠിച്ചു, എന്താ പറയാ, അതിന്റെ എക്സംഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു, സർവീസ് എന്താണെന്ന് പഠിച്ചു, അതെങ്ങനെ ടാക്സ് ചെയ്യണമെന്നൊക്കെ പഠിച്ചു. ഇനി വീണ്ടും ഗുഡ്സ് പഠിക്കാനായിട്ട് വയ്യ. സർവീസ് എന്തായാലും പഠിക്കാനില്ല, കാരണം കസ്റ്റംസ് ആക്ട് ഗുഡ്സിന് മാത്രമാണ്. അപ്പൊ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ട് പറയാം, ഒന്നുമില്ല. വെസൽ, എയർക്രാഫ്റ്റ്, വെഹിക്കിൾ. ഒരു വണ്ടി നിങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുവന്നാലും അതും ഗുഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ദുബായിൽ നിന്ന് ഇപ്പോൾ കുറേ വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാറുണ്ട്. നമ്മുടെ ബോച്ചയുടെ വണ്ടിയുണ്ട്, റോൾസ് റോയ്സുകൾ വരാറുണ്ട്, പല ലക്ഷറി ബ്രാൻഡുകളും ദുബായിലുണ്ട്. ദുബായിൽ നിന്ന് ആ വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ചെറിയ എമൗണ്ടുകളൊക്കെ ഉള്ളൂ. അതായത് നമ്മൾ മനുഷ്യർക്ക് പാസ്പോർട്ട് എടുക്കുന്ന പോലെ വണ്ടിക്കും ഒരു പാസ്പോർട്ട് അല്ല, ഒരു ഡോക്യുമെന്റ് എടുക്കണം, അതിന്റെ എമൗണ്ട് കെട്ടിവെക്കണം, കസ്റ്റം ഡ്യൂട്ടി ചെയ്താൽ കൊണ്ടുവരാം. അപ്പോൾ വെഹിക്കിളും എന്ത് തന്നെയാണ്? ഒരു ഗുഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ വെഹിക്കിൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും കസ്റ്റം ഡ്യൂട്ടി മേടിക്കും. ശരി, അതുപോലെ സ്റ്റോഴ്സ്, ഓക്കെ, ബാഗേജസ്, ഓക്കെ, കറൻസി കൊണ്ടുവരുമ്പോൾ കണ്ടിട്ടില്ലേ, എയർപോർട്ടിൽ പിടിച്ചു നിർത്തും, കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. അതുപോലെ എനി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യ തന്നെയാണ്. നമ്മുടെ കയ്യിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ബാഗേജ് ഇന്ത്യ തന്നെയാണ്. സ്റ്റോഴ്സ്, കപ്പലുകളിലുള്ള സ്റ്റോഴ്സ്, കപ്പലുകളിൽ കുറേ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കിയതില്ലേ, അതും ഇന്ത്യയിലെ, സോറിയുടെ മാറിപ്പോയി, ഗുഡ്സ് തന്നെയാണ്. പിടിയോ? അതുപോലെ കറൻസീസ്, എല്ലാ ടൈപ്പ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിയും ഗുഡ്സ് തന്നെയാണ്. ശരി, ഇനി പഠിച്ചതിന്റെ റെപ്പറ്റീഷൻ ആണ് സെക്ഷൻ 12, നമ്മുടെ ചാർജിങ് സെക്ഷൻ. ഇനി ഞാൻ പറയണോ? ഒന്നുമില്ല. ഡ്യൂട്ടി എടുക്കും. എങ്ങനെ? എവിടെ സ്പെസിഫൈ ചെയ്യും ഡ്യൂട്ടി? കസ്റ്റംസ് ടാരിഫ് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. ശരി, ഇമ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ശ്രദ്ധിച്ചോ. ഇമ്പോർട്ടും എക്സ്പോർട്ടും. ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. കറക്റ്റ് അല്ല? ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോ. അപ്പൊ മറ്റൊരു സ്ഥലത്ത് നിന്ന്, മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരാം, കപ്പൽ മാർഗം വരാണ്, അല്ലെങ്കിൽ എയറിലൂടെ വരാണ്. എപ്പോഴാണോ നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടർ താണ്ടുന്നത്, അപ്പം മുതൽ അതിന് ഇമ്പോർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇമ്പോർട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു. പിടിക്കോ? അതായത് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇങ്ങനെ കപ്പൽ വഴി വന്നു, 12 നോട്ടിക്കൽ മൈൽസ് നമ്മുടെ കസ്റ്റം ബാരിയർ എവിടെ ക്രോസ് ചെയ്തോ അവിടെ വെച്ച് അതിനെ ഇമ്പോർട്ടേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് will commence when the goods crosses territorial water of India, that is 12 nautical miles. It continues as long as the goods are under the custody of customs. ശരി, അത് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലായിരിക്കും ഉണ്ടാവുക. അത് 12 നോട്ടിക്കൽ മൈൽസ് താണ്ടി കഴിഞ്ഞാൽ അത് കസ്റ്റംസിനായിരിക്കും അതിന്റെ ഫുൾ അവകാശങ്ങളും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ട് ഈസ് കംപ്ലീറ്റഡ് വെൻ ഗുഡ്സ് ബിക്കേം ദ പാർട്ട് ഓഫ് മാസ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദ കൺട്രി. അതായത് ക്ലിയറൻസ് ഫോർ ഹോം കൺസപ്ഷൻ എന്ന് വിളിക്കും. ശരി, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നോട്ട് പഠിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗുഡ്സ് അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാണ്. വണ്ടിയിൽ ഇങ്ങനെ വരിക. വണ്ടിയിൽ വന്ന് 12 നോട്ടിക്കൽ മൈൽസ് താണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റംസ് ആക്ടിന് നമ്മുടെ കസ്റ്റംസ് ഓഫീസർക്ക് എപ്പോൾ വേണമെങ്കിലും വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് ആ വണ്ടി സീസ് ചെയ്തുകൊണ്ട് പോവാം. അല്ലെങ്കിൽ ആ വണ്ടി, നമ്മുടെ റൂളാണ്, നിങ്ങൾ പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഒരു ബോട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നേരെ കസ്റ്റംസ് പോർട്ടിൽ വേണം വരാൻ. എവിടെ വരണം? കസ്റ്റംസ് പോർട്ടിൽ വേണം വരാൻ. കസ്റ്റംസ് പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ 12 നോട്ടിക്കൽ മൈൽസ് താണ്ടി കഴിഞ്ഞാൽ അതിന്റെ അവകാശം, അതിന്റെ കസ്റ്റഡി ആരുടെ കയ്യിലായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലായിരിക്കും. ആ കപ്പൽ ഉൾപ്പെടെ എല്ലാ സാധനവും അവരുടെ അണ്ടറിലായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെന്നിട്ട് ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ആ ഡോക്യുമെന്റ് പേരാണ് ബിൽ ഓഫ് എൻട്രി. എന്ത് വിളിക്കാനേ? ബിൽ ഓഫ് എൻട്രി. ഓൾറെഡി പഠിച്ചാണേ. ശരി, ഈ ബിൽ ഓഫ് എൻട്രി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇത് എന്റെ സാധനമാണ്, ഞാൻ ടാക്സ് അടയ്ക്കാൻ വില്ലിംഗ് ആണ്, കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കാൻ ഞാൻ വില്ലിംഗ് ആണ്. ശരി, ആയിക്കോട്ടെ. ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നു, ടാക്സ് അടയ്ക്കുന്നു, ആ ഗുഡ്സിനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. നമ്മുടെ ഹോം ഇന്ത്യ കൺസംഷൻ, ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യാനായിട്ട് നമ്മൾ അതിനെ ക്ലിയറൻസ് ചെയ്തുകൊണ്ട് പോകണു എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഡൊമസ്റ്റിക് ഗുഡ്സ് ആയിട്ട് മാറി. എന്തായി മാറി? ഡൊമസ്റ്റിക് ഗുഡ്സ് ആയിട്ട് മാറി. അപ്പോൾ എന്നോട് പറഞ്ഞ് പുറത്തുനിന്നൊരു ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യും? എപ്പോഴാണോ 12 നോട്ടിക്കൽ മൈൽസ് താണ്ടുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിന്റെ ഫുൾ അവകാശവും അത് സീസ് ചെയ്തുകൊണ്ട് പോകാനും എടുത്തുകൊണ്ട് പോകാനുള്ള അവകാശം വരെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അവരുടെ കസ്റ്റഡിയിലായിരിക്കും അത്. നേരെ കസ്റ്റം പോർട്ടിൽ വരുന്നു, നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നു, അതിന്റെ പേരാണ് ബിൽ ഓഫ് എൻട്രി. സബ്മിറ്റ് ചെയ്തിട്ട് ഹോം കൺസംഷന് വേണ്ടിയിട്ട് നമ്മളത് ക്ലിയറൻസ് ചെയ്തുകൊണ്ട് പോകണു. പരിപാടി കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? ഇമ്പോർട്ടേഷൻ അവിടെ തീർന്നു, ഫിനിഷ്. പിന്നെ അത് എന്തായി മാറി? നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സ് ഓർഡിനറി ഗുഡ്സ് ആയിട്ട് മാറി. അത്രേ ഉള്ളൂ. നോക്കി, വെൻ ദ ഗുഡ്സ് റീച്ചസ് ദ കസ്റ്റംസ് ബാരിയർ ആൻഡ് ദ ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ ഈസ് ഫൈൽഡ്, ഇമ്പോർട്ടേഷൻ അവിടെ തീർന്നു. ശരി. ഇനി അതുപോലെ എക്സ്പോർട്ട് പറഞ്ഞേ. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും സിമ്പിളാണ്. എക്സ്പോർട്ട് സത്യം പറഞ്ഞാൽ ഒത്തിരി നമുക്ക് പഠിക്കാനില്ല. കാരണം എക്സ്പോർട്ടിനെ ഗവൺമെന്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. എക്സ്പോർട്ടിന് ഇൻസെന്റീവ് കൊടുക്കും. നമുക്കറിയാമല്ലോ, സീറോ റേറ്റഡ് സപ്ലൈ GST പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ കസ്റ്റംസിലും കുറേ എക്സ്പോർട്ടിന് കുറേ ഇൻസെന്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് ബേസിക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, ഇറ്റ് ബിഗിൻസ് വെൻ ദ ഗുഡ്സ് ആർ പ്രസന്റഡ് ഫോർ എക്സ്പോർട്ട്. എപ്പോഴാണോ നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു കസ്റ്റംസ് പോർട്ടിലോ എയർപോർട്ടിലോ കൊണ്ടുപോകുന്നത്, അവിടെ എക്സ്പോർട്ട് സ്റ്റാർട്ടായി. ഇറ്റ് കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ദ ഗുഡ്സ് ആർ വിത്തിൻ ദ ടെറിട്ടോറിയൽ വാട്ടർ. നമ്മുടെ ലാൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടർ താണ്ടുന്നത് വരെ അത് എക്സ്പോർട്ടിലാണ്. ശരി, എക്സ്പോർട്ട് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ടെറിട്ടോറിയൽ വാട്ടർ താണ്ടി കഴിഞ്ഞാൽ എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, വെൻ ദ പ്രോപ്പർ ഓഫീസർ മേക്സ് ഓർഡർ ഫോർ പെർമിറ്റിംഗ് ക്ലിയറൻസ്, ദ ഗുഡ്സ് ആർ ലോഡഡ്. അവിടെ വരെയാണ്. അതായത് ഔട്ട്വേർഡ്, എൻട്രി ഓഫ് ഔട്ട്വേർഡ് എന്നൊക്കെ പറയും. എൻട്രി ഔട്ട്വേർഡ് എന്ന് പറയും. നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയർ ഒക്കെ. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇതിൽ കുറേ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. ഡെഫിനിഷൻസ് സാധാരണ നമ്മൾ ഡെഫിനിഷൻസ് ഒന്നും പഠിക്കാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കണം. ഒന്നുമില്ല, പെട്ടെന്ന് തീരും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമ്മുടെ ഈ ക്ലാസ് തീരാനായിട്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് കുറേ ഡെഫിനേഷൻസ് ഉണ്ട്, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. 1 വേർഡ് ആയിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റൻസ് ആയിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റൻ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എഴുതുന്ന ക്വസ്റ്റൻ ആയിട്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ശരി, ഫസ്റ്റ് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ കസ്റ്റംസിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും കസ്റ്റംസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുമായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി. അതിന്റെ അധികാരമുള്ള ആർക്കാണ്? ഒന്നുമില്ല, ബോർഡ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. അതുപോലെ കമ്മീഷണർ, അപ്പീൽ കമ്മീഷണർ ആവാം, അല്ലെങ്കിൽ നോർമൽ ആയിക്കോട്ടെ. അതുപോലെ അപ്പീലേറ്റ് ട്രിബ്യൂണൽ, നമ്മുടെ ട്രിബ്യൂണൽ ആവാം, ആയിക്കോട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ശരി, ഇനി അടുത്ത അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പൊന്നെ, നമ്മൾ ഇൻകം ടാക്സിൽ അസസ്മെന്റ് പഠിച്ചു, GSTയിലും അസസ്മെന്റ് പഠിച്ചു അല്ലേ? അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം ടാക്സിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നു, അവരത് അസസ് ചെയ്യുന്നു, ടാക്സ് പേ ചെയ്ത് കറക്റ്റ് ആണെന്ന് പറയുന്നു, അസസ്മെന്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു വിലയിരുത്തലാണ് അസസ്മെന്റ്. ഇവിടെ അത് തന്നെ. അസസ്മെന്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ഡ്യൂട്ടിബിലിറ്റി ഓഫ് ദ ഗുഡ്സ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഡ്യൂട്ടി, ടാക്സ് ഓർ സെസ് ഓർ എനി അതർ സം സോ പെയ്ഡ്. ഇതിനെയാണ് എന്ന് വിളിക്കുന്നത്, അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ശരി, ബാഗേജ് എന്താ? ബാഗേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന സാധനം ബാഗേജ്, അത്രേ ഉള്ളൂ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന സാധനം ബാഗേജ്. അതിനും സ്പെസിഫിക് റൂൾസ് ഉണ്ട്. പിടിയോ? ശരി, ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ബാഗേജ് ആയിട്ട് ഒരിക്കലും വെഹിക്കിളിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതാണ് റൂൾ. ബാഗേജ് ആയിട്ട് ഒരിക്കലും വെഹിക്കിളിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. വെഹിക്കിള് സെപ്പറേറ്റ് ക്ലാസ് ഓഫ് ഗുഡ്സ് ആണ്. മനസ്സിലായില്ല സാർ? എന്താണെന്ന് പറയട്ടെ, നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ബൈക്കിലാണ് ഇത് ആദ്യം മാനുഫാക്ചർ ചെയ്ത സമയത്ത് ഒരു ചെറിയ പെട്ടിക്കകത്താക്കിയിട്ട് പുറത്തുനിന്ന്, അതായത് എയർ ഇന്ന് താഴോട്ട് എയർ ഡ്രോപ്പ് ചെയ്യും. ആ പെട്ടിയിൽ നിന്ന് വളരെ ക്യുക്കായിട്ട് തുറന്ന് മിലിറ്ററി, നമ്മുടെ ഈ പറഞ്ഞ വാറിന്റെ സമയത്തൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആദ്യം ഈ പറഞ്ഞ മിലിറ്ററി വെഹിക്കിൾ ബൈക്കൊക്കെ മാനുഫാക്ചർ ചെയ്ത്. ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ബൈക്സ് ഉണ്ട്. ഒരു പെട്ടിയിലാക്കി ബാഗേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, കൊണ്ടുപോകാൻ പറ്റില്ല. വെഹിക്കിൾ ഒരു സെപ്പറേറ്റ് ഗുഡ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിന് സെപ്പറേറ്റ് ക്ലാസ് ഓഫ് ഗുഡ്സ് ആണ്, അതിന് സെപ്പറേറ്റ് റേറ്റ് ഓഫ് ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, അത്രേ ഉള്ളൂ. ഓക്കെ, ബാഗേജ് ഇൻക്ലൂഡ് അൺഅക്കമ്പനീഡ് ബാഗേജ്. ഓക്കെ, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്സ് മോട്ടോർ വെഹിക്കിൾ. ശരി, നമ്മൾ കൂടെ കയ്യിൽ കൊണ്ടുപോകുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ ലഗേജ് ആയിട്ട് അയക്കുന്നതാവും. നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ അറിയാലോ, അതാണ് ബാഗേജ് എന്ന് വിളിക്കുന്നത്. ശരി, അടുത്തത് ബെനിഫിഷ്യൽ ഓണർ. കസ്റ്റംസിൽ ഇതാണ് ഇമ്പോർട്ടന്റ്, ബെനിഫിഷ്യൽ ഓണർ. അവിടെ ലീഗൽ ഓണർ ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പൊ ഞാൻ ചൈനയിൽ നിന്ന് കുറെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു, ഞാൻ തന്നെ പോയിട്ട് ഈ പറഞ്ഞ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ ഗുഡ്സ് റിസീവ് ചെയ്യണമെന്നോ നിർബന്ധമൊന്നുമില്ല. എനിക്ക് വേണ്ടിയിട്ട് എന്റെ ബിഹാഫിൽ വേറെ ആരെങ്കിലും പറഞ്ഞു വിടാം, അവനാണ് ബെനിഫിഷ്യൽ ഓണർ. അത്രേ ഉള്ളൂ. അപ്പൊ ആരെ ടാക്സ് അടയ്ക്കുന്നു അവനാണ് ബെനിഫിഷ്യൽ ഓണർ. അത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, എ ബെനിഫിഷ്യൽ ഓണർ മീൻസ് എനി പേഴ്സൺ ഓൺ ഹൂസ് ബിഹാഫ് ദ ഗുഡ്സ് ആർ ബീങ് ഇമ്പോർട്ടഡ് ഓർ എക്സ്പോർട്ടഡ്. അത്രേ ഉള്ളൂ. ശരി, അടുത്തത് ബിൽ ഓഫ് എൻട്രി. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ബിൽ ഓഫ് എൻട്രി.
ബിൽ ഓഫ് എൻട്രി. എന്ത് സോറി ബിൽ ഓഫ് എൻട്രി എപ്പം പറഞ്ഞു? തൊട്ട് മുന്നേ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇമ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? 12 നോട്ടിക്കൽ മൈൽസ് താണ്ടി കഴിഞ്ഞാൽ ഇമ്പോർട്ട് തുടങ്ങി. എപ്പോഴാണ് അത് എൻഡ് ചെയ്യുന്നത്? ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് നമ്മൾ ഹോം കൺസംഷന് വേണ്ടി കൊണ്ടുപോവാണ്. അവിടെയാണ് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഫയൽ ചെയ്യുന്ന ഡോക്യുമെന്റ്. ഒരു ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, കസ്റ്റംസിന്റെ അതോറിറ്റിയിലുണ്ട്, നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നു, ടാക്സ് പേ ചെയ്യുന്നു, കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യുന്നു, റിലീസ് ചെയ്തുകൊണ്ട് പോകണം. അത്രേ ഉള്ളൂ ബിൽ ഓഫ് എൻട്രി. അപ്പോൾ ബിൽ ഓഫ് എൻട്രി നോക്കി, ബിൽ ഓഫ് എൻട്രി മീൻസ് ആ ബിൽ ഓഫ് എൻട്രി റെഫേർഡ് അണ്ടർ സെക്ഷൻ 46. കണ്ടോ, കസ്റ്റംസ് ആക്ടിന്റെ സെക്ഷൻ 46 ഉള്ള സാധനമാണ് ബിൽ ഓഫ് എൻട്രി എന്നാണ് നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാലോ. ഈ ഡെഫിനിഷന്റെ സെക്ഷൻസ് ഒന്നും പഠിക്കണം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എല്ലാ ആക്ടിലും ഡെഫിനിഷൻ സെക്ഷൻ 2 അതിന്റെ സബ് സെക്ഷൻസ് ഒന്നും നിങ്ങൾ പഠിക്കണ്ട. അപ്പോൾ ബിൽ ഓഫ് എൻട്രി ഡെഫിനിഷനിൽ പറയുന്നതാണ്. 46 എന്ത് പറയുന്നുണ്ടോ അതാണ് ബിൽ ഓഫ് എൻട്രി. ശരി, 46 എന്താ പറയുന്നത്? 46 പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് ദ ഇമ്പോർട്ടർ ഓഫ് ഗുഡ്സ്, ഓക്കെ, അതർ ദാൻ ഗുഡ്സ് ഇന്റൻഡഡ് ടു ബി ട്രാൻസിറ്റ് ആയിക്കോട്ടെ ഓർ ട്രാൻസ്ഷിപ്മെന്റ്, പിന്നെ പഠിക്കാം, ഷാൽ മേക്ക് എൻട്രി ദെയർ ഓഫ് by presenting electronically on customs automated system, okay, to proper officer a bill of entry for home consumption or warehousing in such a form as may be prescribed, as a manner as may be prescribed. ഗുഡ്സ് റിലീസ് ചെയ്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ കുറച്ച് നാൾ കസ്റ്റംസിന്റെ പോർട്ടിൽ അല്ലെങ്കിൽ കസ്റ്റംസിന്റെ വെയർ ഹൗസിൽ വെച്ചേക്കാനായിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫയൽ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എൻട്രി. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീണ്ടും പഠിക്കാം. ശരി, അപ്പോൾ ബിൽ ഓഫ് എക്സ്പോർട്ട് എന്തായിരിക്കും? എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫയൽ ചെയ്യുന്ന ഡോക്യുമെന്റ്. ശരി, ഇവിടെ നേരത്തെ 46 ആണെങ്കിൽ ഇവിടെ അതിന് പകരം 50. ബാക്കിയെല്ലാം സെയിം ആണ്. ശരി, അടുത്തത് ബോർഡ്. ഈ ആക്ടിൽ എവിടെയൊക്കെ ബോർഡ് എന്ന് പറയുന്നുണ്ട്? അതിന്റെ അർത്ഥം എന്താ? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ആയിക്കോട്ടെ. ഇനി കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റൽ ഗുഡ്സ് നോക്കി, കോസ്റ്റൽ ഗുഡ്സ് മീൻസ് ഗുഡ്സ് അതർ ദാൻ ഇമ്പോർട്ടഡ് ഗുഡ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് ഇൻ എ വെസൽ ഫ്രം വൺ പോർട്ട് ടു അനദർ ഇൻ ഇന്ത്യ. അതാണ് കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. കൊച്ചിയിൽ നിന്ന് നമ്മൾ കുറച്ച് ഗുഡ്സ് ഇപ്പം എന്താ പറയുക, മുംബൈ പോർട്ടിലേക്ക് കൊണ്ടുപോയി. കൊച്ചി പോർട്ടിൽ നിന്ന് മുംബൈ പോർട്ടിലേക്ക് കൊണ്ടുപോയി. അതിനാണ് കോസ്റ്റൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടും അല്ല എക്സ്പോർട്ടും അല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ ഇന്ത്യയിലുള്ള ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് കൊണ്ടുപോയി. അതാണ് കോസ്റ്റൽ ഗുഡ്സ്. ചുമ്മാ. കൺവെയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. എയറിലൂടെ ആണെങ്കിൽ കൺവെയൻസിന്റെ പേര് എയർക്രാഫ്റ്റ് എന്നും, സീയിലൂടെ ആണെങ്കിൽ അതിനെ വെസൽ എന്നും, അല്ല ലാൻഡിലൂടെ ആണെങ്കിൽ അതിനെ വെഹിക്കിൾ എന്ന് വിളിക്കും. ആയിക്കോട്ടെ. ഈ പറഞ്ഞ എക്സാമ്പിൾ പറയാം. ഒരു ബോട്ട് ചൈനയിൽ നിന്ന് കൊച്ചിയിലെ പോർട്ടിലേക്ക് വരാണ്. നമ്മുടെ കുറേ ഗുഡ്സും ഉണ്ട് അതിനകത്ത്. അപ്പൊ ഗുഡ്സിന് നമ്മൾ കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യണം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ പഠിച്ചു വെഹിക്കിളും കൺവെയൻസും മോട്ടോർ വെഹിക്കിളും എന്ത് തന്നെയാണ്? ഗുഡ്സ് ആണെന്ന് പഠിച്ചു. കണ്ടില്ലേ? അപ്പോൾ ഒരു കപ്പൽ ഇങ്ങോട്ട് വരാണെങ്കിൽ കപ്പലിനും കൂടെ ഞാൻ ടാക്സ് പേ ചെയ്യണോ? വേണ്ട. പഠിക്കോ? അപ്പൊ കൺവെയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സാധനം. അത് വരുന്നു, ഗുഡ്സ് അൺലോഡ് ചെയ്യുന്നു, അതിന്റെ കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യുന്നു, അത് തിരിച്ചു പോകുന്നു. അപ്പൊ ഈ പറഞ്ഞ ഷിപ്പിനൊന്നും നമ്മൾ കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത്രേ ഉള്ളൂ. വെറുതെ ചുമ്മാ. ഇനി കസ്റ്റം സ്റ്റേഷൻ ഞാൻ ഇനി പറയണോ? കസ്റ്റംസിന്റെ ഇന്റർനാഷണൽ അല്ലെങ്കിൽ കൊറിയർ ടെർമിനൽ എന്നോ അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ട് എന്നോ അല്ലെങ്കിൽ ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്നോ ലാൻഡ് കസ്റ്റം സ്റ്റേഷൻ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാം. ശരി, കസ്റ്റംസ് എയർപോർട്ട് എന്താണെന്നറിയാലോ? ഫ്ലൈറ്റ് പോണ കസ്റ്റംസ് എയർപോർട്ട്. ശരി, കസ്റ്റംസ് ഏരിയ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് എയർപോർട്ടിന്റെ അല്ലെങ്കിൽ ആ കസ്റ്റം അതോറിറ്റിയുടെ ഉള്ള ജൂറിസ്ഡിക്ഷനുള്ള സ്ഥലമാണ് കസ്റ്റംസ് ഏരിയ. കസ്റ്റംസ് പോർട്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റംസിന്റെ പോർട്ട്. അത്രേ ഉള്ളൂ. വെറുതെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ശരി, അടുത്തത് ഫോറിൻ ഗോയിങ് വെസൽ ഓർ എയർക്രാഫ്റ്റ്. ഇംഗ്ലീഷ് അറിയാലോ വായിക്കാൻ, ചുമ്മാ വായിച്ചു നോക്കിക്കോ. ഇതൊന്നും ചോദിക്കില്ല കേട്ടോ, ഇതൊന്നും ഒരിക്കലും ചോദിക്കില്ല. ഫോറിൻ ഗോയിങ് വെസൽ ഓർ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകണ വെസൽ ഓർ എയർക്രാഫ്റ്റ്. ഓക്കെ, ഫോറിൻ ഗോയിങ് vessel or aircraft means a vessel or aircraft for the time being for engaging in carriage of goods or passenger between any port അല്ലെങ്കിൽ airport in India to any other port or airport outside India. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇന്ത്യയിലേക്കോ വരുന്ന വെസലും എയർക്രാഫ്റ്റിനെയാണ് ഫോറിൻ ഗോയിങ്. വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, വെദർ ടച്ചിങ് ഇന്റർനാഷണൽ പോർട്ട് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇറ്റ് ഇൻക്ലൂഡ്സ് നേവൽ വെസൽ, ഗവൺമെന്റിന്റെ വെസൽസും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വെറുതെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, ഒരു കാര്യമില്ല. ശരി, അടുത്തത് അറൈവൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് വിളിക്കുന്ന ഒരു സാധനം. അറൈവൽ മാനിഫെസ്റ്റ്, ഇമ്പോർട്ട് മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്ന് വിളിക്കുന്ന സാധനം. ഇത് നമ്മൾ വീണ്ടും പഠിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിന്റെ അതോറിറ്റി, ഒരു വെസൽ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ്, ഒരു വെഹിക്കിളിന്റെ അതോറിറ്റി ഉള്ള ഒരാൾ, അതിന്റെ പേഴ്സൺ ഇൻ ചാർജ് എന്ന് വിളിക്കാം. അയാൾ ഇതിനകത്ത് എത്ര ഗുഡ്സ് ഉണ്ട്, എത്ര സ്റ്റോറേജ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്, എവിടെ നിന്നാണ് എങ്ങോട്ടേക്കാണെങ്കിലും ഒരു ഡീറ്റെയിൽഡ് ഇമ്പോർട്ടേഷൻ റിപ്പോർട്ടിനെയാണ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അറൈവൽ മാനിഫെസ്റ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഡിസ്കഷൻ വീണ്ടും പല ചാപ്റ്ററിൽ വരെ, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു വിടുന്നത്. വെറുതെ ഒന്ന് വായിച്ചു ചോദിക്കോ. അടുത്ത പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഫ്ലൈറ്റിന്റെ പേഴ്സൺ ഇൻ ചാർജിനെ വിളിക്കുന്ന പേരാണ് പൈലറ്റ്. ശരി,
അതുപോലെ വെസലിനെ പേഴ്സണൽ ഇൻചാർജിനെ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ. ശരി, ട്രെയിനിന്റെ പേഴ്സണൽ ഇൻചാർജിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടർ അല്ലെങ്കിൽ ഗാർഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ശരി, കൺവെയൻസിന്റെ റോഡിലൂടെ ആണെങ്കിൽ നമുക്ക് ഡ്രൈവർ എന്ന് വിളിക്കാം. അയാളാണല്ലോ ആ ഒരു വണ്ടിയുടെ പേഴ്സൺ ഇൻചാർജ്. ശരി, ആയിക്കോട്ടെ. അടുത്ത പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. പ്രൊഹിബിറ്റഡ് ഗുഡ്സ് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഗുഡ്സ് ഉണ്ട്. ഇല്ലീഗൽ കുറേ ഗുഡ്സ് ഇല്ലേ, അതൊന്നും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ്. പിടിയോ, പ്രൊഹിബിറ്റഡ് അണ്ടർ ദിസ് ആക്ട് അല്ലെങ്കിൽ എനി അതർ ആക്ട്. ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ടിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കസ്റ്റംസ് ആക്ടിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന സാധനം. ഓക്കെ, അടുത്താണ് സ്റ്റോഴ്സ്. സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോഴ്സ് മീൻസ് ഗുഡ്സ് ഫോർ യൂസ് ഇൻ വെസൽ ഓർ എയർക്രാഫ്റ്റ് ഇൻക്ലൂഡ്സ് ഫ്യൂവൽ, സ്പേസ് പാർട്ട്, ആർട്ടിക്കിൾസ്, എക്യുപ്മെന്റ്സ് എക്സെട്ര. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പലൊക്കെ ദിവസങ്ങളും മാസങ്ങളും എടുക്കും, ആഴ്ചകളൊക്കെ എടുക്കും നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ. അപ്പോൾ അവർക്ക് കൺസ്യൂം ചെയ്യാനുള്ള ഫുഡ്, ഫ്യൂവല്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വണ്ടിയിൽ സ്റ്റോർ ചെയ്യും. അതിനാണ് സ്റ്റോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതിനൊന്നും കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യേണ്ട ആവശ്യമില്ല. പിടിക്കുക, അതിന് എക്സംഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനില്ല. അതാണ് സ്റ്റോഴ്സ്. ഓക്കെ, ശരി. അടുത്താണ് ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സും. എന്താണ് ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സും? ഇതിന്റെ ഒരു ഡിഫറൻസ് ഒക്കെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ട്രാൻസിറ്റ് ഗുഡ്സ് എന്നും എന്താണ് ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ് എന്നും. ശരി, നമുക്ക് വായിച്ചു നോക്കാം. വേർ എനി ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ എ കൺവെയൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണം, ആയിക്കോട്ടെ, ആർ മെൻഷൻഡ് ഇൻ ദ അറൈവ് മാനിഫെസ്റ്റോ. അത് നമ്മൾ അറൈവ് മാനിഫെസ്റ്റിൽ മെൻഷൻ ചെയ്തു, അല്ലെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റിൽ നമ്മൾ മെൻഷനും ചെയ്തു, ആയിക്കോട്ടെ, ആസ് എ കേസ് മേ ബി, ആയിക്കോട്ടെ. As transit in same conveyance to any place outside India or to any custom station that the proper officer may allow the goods and the conveyance to transit without payment of duty subject to certain conditions as may be prescribed. അതാണ് ട്രാൻസിറ്റ് ഗുഡ്സ്. ശരി, അപ്പൊ ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ് എന്താ? വേർ ആ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഇൻ ദ കസ്റ്റം സ്റ്റേഷൻ ആൻഡ് ഇന്റൻഡഡ് ടു ട്രാൻസ്ഷിപ്മെന്റ് ആൻഡ് എ ബിൽ ഓഫ് ട്രാൻസ്ഷിപ്മെന്റ് ഷാൾ ബി പ്രസന്റഡ് ടു ദ പോർട്ട് ഓഫീസർ ഇൻ സച്ച് എ ഫോം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മറ്റേ സാധനം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. അതായത് ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്നറിയോളാം. ഇപ്പോൾ ഒരു കപ്പല് നമ്മുടെ നാട്ടിൽ വരാണ്. അത് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് എടുത്തിട്ട് നേരെ ചൈനയിലേക്ക് പോകണ കപ്പലാന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്ന് നേരെ ചൈനയിലേക്ക്. പക്ഷെ കുറേ സാധനം ഇന്ത്യയിലേക്ക് ഇറക്കണം. അപ്പോൾ അവർ നേരെ വരും, ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇറക്കും. അത് കഴിഞ്ഞിട്ട് ഈ സാധനം നേരെ ഇങ്ങോട്ടേക്ക് പോകും, ചൈനയിലേക്ക് പോകും. കറക്റ്റില്ലേ? അപ്പോൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ സാധനങ്ങൾ ഇറക്കി, എന്നിട്ട് വീണ്ടും ട്രാൻസിറ്റ് പോണ ഗുഡ്സിനെയാണ് ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. പിടിയോ, ഓരോ സ്റ്റോപ്പിൽ ബസ് നിർത്തിയിട്ട് ആളെ ഇറക്കുന്നത് പോലെ ആ സാധനം നേരെ കസ്റ്റംസ് ബോർഡിൽ, ഇന്ത്യയുടെ കസ്റ്റംസ് ബോർഡിൽ വരും, ഇന്ത്യയുടെ സാധനങ്ങൾ ഇറക്കും. ഇനി വീണ്ടും അതിനകത്ത് കുറേ ഗുഡ്സ് വീണ്ടും ബാക്കിയായിരിക്കും. അതിനാണ് ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അതാണ് ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കപ്പൽ ചേഞ്ച് ചെയ്യും. അതിനെന്ത് കപ്പല്? നമ്മുടെ ആ ഒരു വെസലിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. അതാണ് ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ്. അതും ട്രാൻസിറ്റ് ചെയ്യാനുള്ളത്. അതിന് ഡിഫറൻസ് പറഞ്ഞുതരാം. ഇന്ത്യയുടെ അതിനകത്തില്ലേ, എനിക്ക് നിങ്ങളുടെ പഴയ ടെക്സ്റ്റിലായിരുന്നു തോന്നുന്നു ഈ ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ് ഉള്ളത്. അതായത് ഒന്നുമില്ല, സിമ്പിളായിട്ട് ആ സാധനം വരും, ഇന്ത്യയിലെ പോർട്ടിൽ ഇറക്കും, നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യും, എന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതെന്ന് പറയും, വെസൽ മാറ്റും, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതിനാണ് ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ എന്താ? ആ സാധനം നേരെ വരുന്നു, ഇന്ത്യയിൽ ഇറക്കാനുള്ള ഗുഡ്സ് ഇറക്കുന്നു, വേറെ കുറേ ഗുഡ്സ് അതിനകത്ത് ബാക്കിയിരിക്കുന്നു, ഇന്ത്യയായിട്ട് ഒരു ബന്ധമില്ല, അതിനെ മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനാണ് ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ സാധനം വരുന്നു, ഇന്ത്യയിൽ അൺലോഡ് ചെയ്യുന്നു, ഇന്ത്യയിൽ അൺലോഡ് ചെയ്തിട്ട് ചൈനയിലേക്ക് പോകണം, വേറൊരു വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ ചൈനയിലേക്ക് പറഞ്ഞോളൂ. അതാണ് ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സ്. അത്രേ ഉള്ളൂ. ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സും, ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സും, ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സും. ശരി, അടുത്ത് റീഇമ്പോർട്ടഡ് ഗുഡ്സ്. റീഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരിക്കൽ എക്സ്പോർട്ട് ചെയ്ത സാധനം തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനാണ് റീഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ശരി, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോർട്ടിന്റെ ബെനിഫിറ്റുകളൊക്കെ എടുക്കും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയും പേ ചെയ്യേണ്ടി വരും. അതിനൊരു നോർമൽ ഇമ്പോർട്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് കയറ്റി അയക്കുന്ന വാഹനങ്ങൾ നോക്കി. ഇപ്പോൾ മാരുതിയുടെ കുറേ വാഹനങ്ങൾ, ഫ്രോൺസ് ഉൾപ്പെടെയുള്ള കുറേ വാഹനങ്ങൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. വേണ്ട, നമുക്ക് ടി വി എസിൻ്റെ കാര്യം പറയാം. ടി വി എസ് ഇന്ത്യൻ ബ്രാൻഡാണ്, സൗത്ത് ഇന്ത്യൻ ബ്രാൻഡാണ്, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. എത്ര രാജ്യങ്ങളിലാണ് സെയിൽ ചെയ്യുന്നത് അറിയാമോ? അപ്പോൾ ടി വി എസിൻ്റെ വെഹിക്കിൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ഇവർ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. അത് എക്സ്പോർട്ട് ചെയ്തില്ലേ? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ ഇൻസെൻറ്റീവ് ഉണ്ട്, ബെനിഫിറ്റുകളുണ്ട്, അതെല്ലാം അവർ എടുക്കും. അതിൽ കുറച്ച് വണ്ടികൾ, ഒരു 100 വണ്ടി എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ചു വരാം. ഇപ്പൊ ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാന്ന് വെച്ചോ. ജപ്പാനിൽ നമ്മുടെ വണ്ടിയുടെ ആവശ്യമില്ല, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. ജപ്പാനിൽ നിന്ന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരാന്ന് വെച്ചോ. ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ്, എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സ് തിരിച്ച് ഇമ്പോർട്ട് ചെയ്യണം, നമ്മൾ റീഇമ്പോർട്ടേഷൻ ചെയ്യണം. അപ്പോൾ അതിന് ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പേ ചെയ്യണം. കാരണം എക്സ്പോർട്ടിന് നമ്മൾ ബെനിഫിറ്റ് എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ കുറേ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതിനാണ് റീഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ചുമ്മാ വെറുതെ പറയുന്നുള്ളൂ. ഇനി അടുത്ത കാര്യം കേട്ടോ, കുറച്ച് വേർഡിങ്സ് ആണേ. നോക്കാം. ഡെറലിക്റ്റ്, റെക്ക്, ജെറ്റ്സം, ഫ്ലോട്ട്സം. എന്താണ് ഡെറലിക്റ്റ്, റെക്ക്,
ജെറ്റ്സം, ഫ്ലോട്ട്സം. 4 വാക്കുകളാണ്. നമുക്ക് ഓരോന്നും എന്താന്ന് പറയാം. ഈ ഡെറിലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഇറ്റ് മീൻസ് പ്രോപ്പർട്ടി അബൻഡൻ അറ്റ് സീ വിത്തൗട്ട് ഹോപ്പ് ഓഫ് റിക്കവറി. അതായത് കപ്പലിൽ കുറേ ഗുഡ്സ് ഉണ്ട്, ഓക്കെ, അത് നഷ്ടപ്പെട്ടു പോയി. അതിനാണ് ഡെറിലിക് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അത് വിളിക്കും ഡെറിലിക് ഗുഡ്സ് എന്ന് നമുക്ക് വിളിക്കാം. കപ്പലിൽ കുറേ ഗുഡ്സ് ഉണ്ട്, അത് സീയിലേക്ക് എങ്ങനെയോ വീണുപോയി, അബണ്ടൻ്റ് ആയി പോയി, അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, പിടിയിട്ടോ. അതിനാണ് ഡെറിലിക് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു ദിവസം ചൂണ്ടിയിട്ടുണ്ട് കടൽ തീരത്തിരുന്നപ്പോൾ ഒരു വലിയ കണ്ടെയ്നർ ഒഴുകി ഒഴുകി വരാം. അങ്ങനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെറിലിക് ഗുഡ്സ് എന്ന് വിളിക്കാം. ശരി, അടുത്ത റെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തകർന്നു പോവാ. റെക്ക് ഓഫ് ടൈറ്റാനിക്, നമുക്കറിയാം ടൈറ്റാനിക് തകർന്നു പോയി. തകർന്നു പോകുമ്പോഴും ഗുഡ്സ് നേരെ എങ്ങോട്ടേക്ക് വരും? കടലിലേക്ക് വീഴും. അതാണ് റെക്ക് ഗുഡ്സ് അല്ലെങ്കിൽ റെക്ക് എന്ന് വിളിക്കും. അതേ ഉള്ളൂ. അടുത്ത ജെറ്റ്സം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചില പ്രത്യേക സിറ്റുവേഷനിലൊക്കെ ഈ പറഞ്ഞ കപ്പല് മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സിനെ എടുത്തിട്ട് പുറത്തിടേണ്ടി വരും. ഓക്കെ, വേർ ഗുഡ്സ് ആർ കാസ്റ്റ് ഇൻ ടു ദ സീ ഫോർ ലൈറ്റനിങ് ദ ഷിപ്പ് ഫോർ പ്രിവെന്റിങ് ഫ്രം സിങ്ക്. ചില പ്രത്യേക സിറ്റുവേഷനിൽ ഷിപ്പിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിച്ചു, അപ്പോൾ അവിടുത്തെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറഞ്ഞ ഗുഡ്സുകൾ ചിലപ്പോൾ അവർ കടലിടും. ആ ഗുഡ്സിനാണ് ജെറ്റ്സം ഗുഡ്സ് എന്ന് വിളിക്കും. ശരി, അടുത്ത ഫ്ലോട്ട്സം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോട്ട്സം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയോ ഇപ്പം എന്താ പറയുക, വലിയൊരു കാറ്റടിച്ചു, കുറേ ഗുഡ്സുകൾ മറിഞ്ഞു വീണു, അതിനാണ് ഫ്ലോട്ട്സം ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? ഫ്ലോട്ട്സം ഗുഡ്സ്. ശരി, അപ്പോൾ ഡെറിലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കപ്പലിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി കടലിലേക്ക് വീണുപോയ ഗുഡ്സ്. റെക്ക് എന്ന് പറഞ്ഞാൽ തകർന്നു പോയപ്പോൾ വീണുപോയ ഗുഡ്സ്. ജെറ്റ്സം എന്ന് പറഞ്ഞാൽ എന്താ? ജെറ്റ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിന്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് അവർ മനഃപൂർവ്വം എടുത്തിട്ട് ഗുഡ്സ്. ഫ്ലോട്ട്സം എന്ന് പറഞ്ഞാൽ സെയിം, എങ്ങനെയോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കാറ്റടിച്ചിട്ടോ മഴയടിച്ചിട്ടോ ഒക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ ഇന്ന് വേർപെട്ട് പോയ സെപ്പറേറ്റ് ആയി പോയ ഗുഡ്സിനാണ് ഫ്ലോട്ട്സം എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് സാറേ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നറിയോ? ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ ഗുഡ്സാന്ന് പറയും, ഇന്ത്യയിലേക്ക് ഷിപ്പ് വരും, ഇത്രയും ഗുഡ്സ് ഉണ്ടായിരുന്നു, അത്രയും സാധനം ഇവിടെ ഇല്ല, അവർ ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല, ഡ്യൂട്ടി അടയ്ക്കേണ്ട, കാരണം നഷ്ടപ്പെട്ടു പോയില്ലേ, കടലിൽ എവിടെയോ വീണുപോയി, ഞങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നിട്ട് അവർ നൈസിന് പല പോർട്ടുകളിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നും ചെറിയ വഞ്ചികളിൽ നിന്നോ പല സ്ഥലത്തു നിന്നൊക്കെ സ്മഗിൾ ചെയ്ത് സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ട് പറയും സാറേ ഡെറിലിക്റ്റ് ഗുഡ്സ്, റെഡ് അല്ലെങ്കിൽ ജെറ്റ്സം, ഫ്ലോട്ട്സം ഗുഡ്സ് ഒക്കെയാണ് നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ കയ്യിൽ നിന്ന്. നഷ്ടപ്പെട്ടു പോയാൽ ഡ്യൂട്ടി അടയ്ക്കണോ വേണ്ട, കാരണം ഗുഡ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മുടെ കസ്റ്റം ഡിപ്പാർട്ട്മെന്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് ടാക്സ് മേടിക്കുള്ളൂ. ഇന്ത്യയിലേക്ക് വന്നില്ല, അങ്ങനെ ഒരു ഗുഡ്സ് ഇല്ല, പകരം എന്ത് ചെയ്യും? ഒരു സ്മഗിൾ ചെയ്യും. അപ്പോൾ പറയാം ഈ സ്മഗ്ലിങ്ങിനെയൊക്കെ അടക്കി നിർത്താൻ പറയാം. ഇനിയിപ്പോൾ ഗുഡ്സ് ഡെറിലിക്റ്റ് ആയാലും റെക്ക് ആയാലും ഫ്ലോട്ട്സം ആയാലും ജെറ്റ്സം ആയാലും ഇത് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇമ്പോർട്ട് ഡ്യൂട്ടി മേടിക്കും, നോർമൽ ഇമ്പോർട്ട് പോലെ തന്നെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഗുഡ്സ് ബീയിങ് ഡെറിലിക്റ്റ്, റെക്ക്, ജെറ്റ്സം, ഫ്ലോട്ട്സം brought into or came into India shall be dealt with as if they are imported into എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. ഇനി ചില പ്രത്യേക സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റം ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർക്ക്, പ്രോപ്പർ ഓഫീസർക്ക് മനസ്സിലായി ഇത് കള്ളത്തരമൊന്നുമില്ല, തനിയെ ഒഴുകി വന്ന ഗുഡ്സാണ്, അവിടെ ചൂണ്ടിയിട്ടുകൊണ്ടിരുന്ന എടുത്താനാണ്, എന്നാൽ അവന് ടാക്സ് ഫ്രീ ആക്കി കൊടുക്കാം ചില സിറ്റുവേഷനിൽ. ഓക്കെ, ഹൗവർ വേർ ഇറ്റ് ഈസ് ഷോൺ to satisfy the proper officer that they are entitled to be admitted duty free. പ്രോപ്പർ ഓഫീസർക്ക് വേണമെങ്കിൽ അത് ഡ്യൂട്ടി ഫ്രീ ആക്കി കൊടുക്കാം, റിയൽ കേസ് ആണെങ്കിൽ. പിടിയിട്ട് അപ്പോൾ എന്തിനു വേണ്ടി ഈ കടുകെട്ടി വാക്കുകൾ, നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പാടുള്ള ഈ വാക്കുകൾ പഠിച്ചത്? ഡെറിലിക്റ്റ്, റെക്ക്, ജെറ്റ്സം, ഫ്ലോട്ട്സം എന്നൊക്കെ പഠിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സിറ്റുവേഷനിലൊക്കെ ഗുഡ്സ് ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ പോലും നമ്മൾ അതിന് കസ്റ്റം ഡ്യൂട്ടി മേടിക്കും. അപ്പോൾ ആൾക്കാരുടെ സ്മഗ്ലിംഗ് ഒഴിവാക്കാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. ശരി, ഇനി ഒരൊറ്റ ടോപ്പിക്ക് പഠിച്ചാൽ നമ്മുടെ വീഡിയോ തീർന്നു. ഒറ്റ ടോപ്പിക്ക് പഠിച്ചാൽ മതി, നമ്മുടെ ക്ലാസ് എൻഡായി. എന്താ സംഭവം എന്നറിയാമോ? 4 സിറ്റുവേഷനിൽ കസ്റ്റം ഡ്യൂട്ടി വേണ്ട. 4 സിറ്റുവേഷനിൽ എന്ത് വേണ്ട? കസ്റ്റം ഡ്യൂട്ടി വേണ്ട. 4 സിറ്റുവേഷനിൽ നമുക്ക് കസ്റ്റം ഡ്യൂട്ടി വേണ്ട. ഒന്നാമത്തെ പിൽഫേർഡ് ഗുഡ്സ്. എന്താണ് പിൽഫേർഡ് ഗുഡ്സ്? പിൽഫേർഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയാ, ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കണം, പിൽഫറേജ് നടക്കാം. അതായത് നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും കൈയിട്ട് വരും. ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടലാണ് നടത്തുന്നതെന്ന് വെച്ചോ, ഹോട്ടൽ നടത്തുന്നത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ അവിടുത്തെ സ്റ്റാഫുകൾ കുറച്ച് ഗുഡ്സ് ഒക്കെ എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ അവർ നൈസിന് കുറച്ച് അടിച്ച് മാറ്റിക്കൊണ്ട് പോകാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പല ചെറിയ സാധനങ്ങളൊക്കെ പലരും കൈയിട്ട്, ഏത് ബിസിനസ് നോക്കിയാലും അവിടെ ചെറിയ പിൽഫറേജ് ഉണ്ടാവും. നമ്മൾ കസ്റ്റംസിൽ നിന്ന് ഒരു സാധനം, അപ്പോൾ അവർ 1000 ടണ്ണ് സാധനമാണ് ഇങ്ങോട്ടേക്ക് ഇറക്കുന്നത്, ഇവിടെ വരുമ്പോൾ അതിൽ 10 കിലോ കാണാനില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി പൊട്ടിപ്പോയതാവാം, ചിലപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് കഴിച്ചാവാം, മിസ്സായി പോയത്, എങ്ങനെയാണ്? അതിനാണ് പിൽഫറേജ് എന്ന് വിളിക്കുന്നത്. ആ പിൽഫേർഡ് ഗുഡ്സിന് ടാക്സ് വേണ്ട. പിടിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 ടൺ ഗുഡ്സ് ആണ് കൊണ്ടുവന്നത്, 1000 ടണ്ണാണ് കൊണ്ടുവന്നത് വെച്ചോ, അപ്പോൾ 1000 ടണ്ണിൽ നിന്ന് 10 കിലോ കുറച്ചോ 10 കിലോ കുറച്ചിട്ട് ബാക്കി ഗുഡ്സിനെ മാത്രം ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ പിൽഫേർഡ് ഗുഡ്സിന് കസ്റ്റം ഡ്യൂട്ടി വേണ്ട. അതുപോലെ ഡാമേജ്ഡ്, ഡിസ്ട്രോയിഡ്, ഡിറ്റീരിയേറ്റഡ് ഗുഡ്സ്, ഡാമേജ് ആയിപ്പോയി നശിച്ചു പോയ ഗുഡ്സുകൾക്ക് കസ്റ്റം ഡ്യൂട്ടി വേണ്ട. പിടിക്കോ, നമ്മളൊരു സാധനം കൊണ്ടുവന്നു, കപ്പൽ തന്നെ മുങ്ങി തകർന്നു പോയി, പൊട്ടിപ്പോയി, എങ്ങോട്ടാന്ന് പോലും അറിയത്തില്ല, ഡിസ്ട്രോയിഡ് ഗുഡ്സ് ആണ്, നിങ്ങൾക്ക് വേണ്ട. അടുത്ത ഗുഡ്സ് ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ്, സെയിം തന്നെ, ഗുഡ്സ് ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ്, പക്ഷേ ഇത് രണ്ടും നമുക്ക് ഡിഫറൻസ് ഉണ്ട്, നമുക്ക് പറയാം. അടുത്ത റീലിംഗ്വിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇന്ത്യക്ക് പുറത്തുനിന്ന്
ഒരു അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് കുറേ ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവിടുത്തെ പേയ്മെൻറ്റ് നടത്തി ഇമ്പോർട്ടേഷൻ സ്റ്റാർട്ട് ആയത് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ലൊരു ഡീൽ കിട്ടി. ഞാനൊരു 1000 കിലോ ടോയ്സ്, 1000 യൂണിറ്റ് ടോയ്സ് ആണ് കൊണ്ടുവന്നത്. എനിക്ക് മൊത്തം ചിലവായത് ഒരു 50 ലക്ഷം. എനിക്ക് വേറെ അടിപൊളി ഡീൽ കിട്ടി 60 ലക്ഷത്തിന്. ഞാൻ ശരി 60 ലക്ഷത്തിന് ആ ഡീൽ അങ്ങ് തട്ടി. എന്നിട്ട് എൻ്റെ ഫുൾ നമ്മൾ ടാക്സ് പേ ചെയ്യാനുള്ള ഫുൾ ടൈറ്റിലും, അതായത് എൻ്റെ ഡോക്യുമെന്റ്സും ബിൽ ഓഫ് എൻട്രി എല്ലാ അവകാശങ്ങളും എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടാക്സ് അടയ്ക്കണോ? എനിക്ക് ടാക്സ് അടയ്ക്കണ്ട, പിന്നെ ടാക്സ് അവൻ അടച്ചോളൂ. അപ്പോൾ റീലിംഗ്വിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടാക്സ് അടയ്ക്കണ്ട, പിന്നെ അവൻ അടച്ചോളൂ. റീലിംഗ്വിഷ് ചെയ്താൽ പിന്നെ ഞാൻ ടാക്സ് അടയ്ക്കണ്ട, അവൻ അടച്ചോളൂ. അത്രയുള്ള പരിപാടി. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. 4 പോയിന്റ്. ഓക്കെ, 4 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് 1, 2, 3 ഇടാൻ പറഞ്ഞ പോയിന്റാണ് കിടക്കുന്നത്. അത് നിങ്ങൾ ഒന്നാക്കിയോ. 1 എന്താ? പിൽഫേർഡ് ഗുഡ്സ്. പിൽഫേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പിൽഫ്രേജ് അല്ലെങ്കിൽ പിൽഫേർഡ് ഗുഡ്സ് മീൻസ് ടു സ്റ്റീൽ സംതിങ്. ഓക്കെ, ടിപ്പിക്കലി ഓഫ് സ്മോൾ വാല്യൂ ഓർ സ്മോൾ ക്വാണ്ടിറ്റി. പെറ്റി തെഫ്റ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. എന്തൊക്കെയാ? പെറ്റി തെഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ പിൽഫേർഡ് ഗുഡ്സിന് നമ്മൾ ടാക്സ് അടയ്ക്കണോ? പിൽഫേർഡ് ഗുഡ്സിന് നമ്മൾ ടാക്സ് അടയ്ക്കണ്ട. പക്ഷേ കണ്ടീഷൻസ് ആർ ടു ബി സാറ്റിസ്ഫൈഡ്. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. എന്താ? 1, ഗുഡ്സ് പിൽഫറേജ് ചെയ്തിരിക്കണം. ഇനി ശ്രദ്ധിച്ചോ, എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? പറഞ്ഞാൽ ആഫ്റ്റർ അൺലോഡിംഗ് ഓർ ബിഫോർ പ്രോപ്പർ ഓഫീസർ ഹാസ് ബീൻ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ ഓർ ഡെപ്പോസിറ്റ് ഇൻ ടു വെയർ ഹൗസ്. എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഇന്ത്യയിലേക്ക് വന്ന് ക്ലിയറൻസ് ചെയ്യുന്നതിന് മുന്നേ പിടിക്കോ, അതായത് അൺലോഡ് ചെയ്തു, ഷിപ്പിൽ നിന്ന് അൺലോഡ് ചെയ്ത് കസ്റ്റംസ് പോർട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് കസ്റ്റംസ് ഓഫീസർ വന്ന് അത് ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ ബിൽ ഓഫ് എൻട്രി ഒക്കെ ഫയൽ ചെയ്തിട്ടാണല്ലോ റിക്കവർ ചെയ്തുകൊണ്ട് പോണത്. എന്താ? ഫോർ ഹോം കൺസംഷൻ കൊണ്ടുപോകണത്. അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ വെയർ ഹൗസിൽ വെക്കും. അങ്ങനെ കസ്റ്റംസ് ഓഫീസർ വന്ന് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ പിൽഫറേജ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ സമ്മതിക്കൂ. കസ്റ്റംസ് ഓഫീസർ വന്നപ്പോൾ 1000 കിലോ ഉണ്ട്. പിന്നെ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്വാധീനം കൊണ്ട് ഒരു 500 കിലോ അടിച്ചു മാറ്റി. എന്നാലും 1000 കിലോയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇന്ത്യയിൽ വന്നു, കസ്റ്റംസ് പോർട്ടിൽ വന്ന് നമ്മുടെ ഈ പറഞ്ഞ പ്രോപ്പർ ഓഫീസർ, കസ്റ്റം ഓഫീസർ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നതിന് മുന്നേ പിൽഫറേജ് ഉണ്ടെങ്കിൽ ഓക്കെ, ടാക്സ് അടയ്ക്കണ്ട. ശരി. അതുപോലെ ഈ പിൽഫറേജ് ഗുഡ്സ് റീസ്റ്റോർ ചെയ്യാനും പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം 100 കിലോ സാധനം കാണാനില്ല സാറേ, പിൽഫറേജ് ആണ്, അടിച്ചുകൊണ്ട് പോയതാണ്. പിന്നെ തിരിച്ചു വന്ന് വീണ്ടും റീസ്റ്റോർ ആവാൻ പാടുണ്ടോ? ഇല്ല, അത് നഷ്ടപ്പെട്ടതായിരിക്കണം, റിക്കവർ ചെയ്യാൻ പാടില്ല. ഇതാണ് കണ്ടീഷൻസ്. വെറുതെ കുറച്ച് കണ്ടീഷൻസ്. ശരി, അടുത്ത അബേറ്റ്മെന്റ് ഓഫ് ഡ്യൂട്ടി ഓൺ ഡാമേജ് ഓർ ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സ്. എന്ന് പറഞ്ഞാൽ എന്താ? ഡാമേജ് ആയിപ്പോയി. ഇത് ഈ സാധനവും അടുത്തതും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടേ. എന്താ? റിമിഷൻ ഓഫ് ഡ്യൂട്ടി ഓൺ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ് ഗുഡ്സ്. ഇത് കംപ്ലീറ്റ്ലി നശിച്ചുപോയി. ഈ ലോസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നശിച്ചുപോയി. ഓക്കെ, വേർ ഇറ്റ് ഈസ് ഷോൺ ടു സാറ്റിസ്ഫൈ ദ അസസിംഗ് അല്ലെങ്കിൽ അസസ് ഓഫീസർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ദാറ്റ് എനി ഇമ്പോർട്ടഡ് ഗുഡ്സ് ഹാസ് ബീൻ ലോസ്റ്റ്, മൊത്തത്തിൽ നശിച്ചുപോയി ആയിക്കോട്ടെ, ഓർ ഡിസ്ട്രോയിഡ് അറ്റ് ദ ടൈം ബിഫോർ ദ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ, ദെൻ ദ അസിസ്റ്റന്റ് ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ഷാൽ റെമിറ്റ് ദ ഡ്യൂട്ടി. അപ്പൊ കംപ്ലീറ്റ്ലി നശിച്ചു പോയി കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർ വേണ്ടാന്ന് വെക്കും. സെക്ഷൻ ഏതാ? 23(1). ഇനി നേരത്തെ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇത് രണ്ട് നമ്മുടെ ഡിഫറൻസ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഡാമേജ്ഡ് ഓർ ഡിറ്റീരിയോറേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കി, വേർ ഇറ്റ് ഈസ് ഷോൺ ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിക്കോട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചോ, ദാറ്റ് എനി ഇമ്പോർട്ടഡ് ഗുഡ്സ് ഹാഡ് ബീൻ ഡാമേജ്ഡ്, ഓക്കെ, അല്ലെങ്കിൽ ഡിറ്റീരിയോറേറ്റഡ് അറ്റ് ദ ടൈം ബിഫോർ ഓർ അൺലോഡിങ് ആയിക്കോട്ടെ. ശ്രദ്ധിച്ചോട്ടെ, ഇവിടുത്തെ ചെറിയൊരു വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൈമിൻ്റെയാണ്. നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോ ആയിപ്പോയ സാധനം ബിഫോർ ഹോം കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ അസസിങ് ഓഫീസർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിക്കോട്ടെ, ഈ കസ്റ്റംസ് ആക്ടിൻ്റെ ഓഫീസർ വന്നിട്ട് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആയിപ്പോയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സെക്ഷൻ 23(1) നമുക്ക് അത് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ആണെന്ന് പറഞ്ഞിട്ട് അതിന് കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കണ്ട. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സമയം നിങ്ങൾ നോക്കി. സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് ബിഫോർ ഓർ ഡ്യൂറിങ് അൺലോഡിങ് ഓഫ് ഗുഡ്സ്. കണ്ടോ, ഒന്നെങ്കിൽ അൺലോഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഡ്യൂറേഷൻ, ആ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഡാമേജ് ആയിപ്പോയി. ഇപ്പോൾ നമ്മളൊരു TV ആണ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്, അത് അൺലോഡ് ചെയ്യുന്ന സമയത്ത് 10 TV പൊട്ടിപ്പോയി. അതിനെയാണ് ഡാമേജ് അല്ലെങ്കിൽ ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. പിടിക്കോ, അങ്ങനത്തെ ഗുഡ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ശരി, ഇനി ശ്രദ്ധിച്ചോ കഴിഞ്ഞില്ല. അടുത്ത് നോക്കി, ദാറ്റ് എനി ഇമ്പോർട്ടഡ് ഗുഡ്സ് ഹാഡ് ബീൻ ഡാമേജ്ഡ് അറ്റ് ദ ടൈം ആഫ്റ്റർ അൺലോഡിങ് ഇൻ ഗുഡ്സ് അല്ലെങ്കിൽ ബിഫോർ ദ എക്സാമിനേഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയി ബൈ ദ നമ്മുടെ എംപ്ലോയി ആവാം, ഏജന്റ് ആവാം, അവരുടെ നെഗ്ലിജൻസ് ഉണ്ടാവുക നടന്നത്, അല്ലെങ്കിൽ അറ്റ് ദ ടൈം ബിഫോർ ദ ഹോം കൺസംഷൻ. ശരി, പിടിക്കോ. ഇനി ഈ ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സിന്റെ ടാക്സ് കണ്ടുപിടിക്കുന്ന ഫോമുലേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോമുല ഒന്നും പഠിക്കേണ്ട, അതായത് പ്രപ്പോർഷനേറ്റ് എമൗണ്ട് അത്രേ ഉള്ളൂ.
പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ആണ് ടാക്സ് ചെയ്യേണ്ടാത്തത്. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയാം, നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് 1000 യൂണിറ്റ് ആണ്. 1000 യൂണിറ്റ് ആണ്. സപ്പോസ് ഈ 1000 യൂണിറ്റ് 10% ആണ് ടാക്സ് വരുന്നതെന്ന് വെച്ചാൽ എത്ര പെർസെൻറ്റേജ്? 10%. ശരി, 1000 യൂണിറ്റിന് ഒരു യൂണിറ്റിന് 100 രൂപയാണ് നമ്മൾ വാല്യൂ, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് 100 രൂപയാണ് വാല്യൂ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമൽ ടാക്സ് എമൗണ്ട് എത്ര വരിക? 1000 ഇൻറ്റു 100 എത്ര വരും? 10 ലക്ഷം വരും. 10 ലക്ഷം ഇൻറ്റു 10% 1 lakh ആയിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടി വരാം. 1 lakh ആയിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടി വരാം. കറക്റ്റ് അല്ലേ? ഈ 1 lakh ഇപ്പം പേ ചെയ്യണോ വേണ്ട? നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 100 യൂണിറ്റ് ആണ് ഈ പറഞ്ഞ ഡിറ്റീരിയോറേറ്റഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയി പോയത്. അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് കണ്ടുപിടിച്ചേ. 1,00,000 രൂപ നമ്മൾ ഡ്യൂട്ടി അടക്കേണ്ടി വരുന്ന എത്ര യൂണിറ്റിന് വേണ്ടിയിട്ടാ? 1000 യൂണിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ആ എമൗണ്ട് കിട്ടും. എത്രയാ? ഒരു 10,000 എന്ന് കിട്ടും. 10,000 എന്ന് കിട്ടും. അപ്പോൾ 10,000 അടയ്ക്കേണ്ട, ബാക്കി എത്ര അടയ്ക്കണം? 90,000 ഡ്യൂട്ടിയാണ് പേ ചെയ്യേണ്ടത്. പ്രപ്പോർഷനേറ്റ് എമൗണ്ട് അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവരൊരു ഇക്വേഷനൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിടിയോ? അതായത് വാല്യൂ ഓഫ് ഡാമേജ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഡിറ്റീരിയോറേറ്റഡ് ഗുഡ്സ് ഇൻറ്റു ഡ്യൂട്ടി ബിഫോർ ഡാമേജ് ആയിക്കോട്ടെ, താഴെ വാല്യൂവും ഡിറ്റീരിയോറേഷനും ആയിക്കോട്ടെ, സെയിം. പ്രപ്പോർഷനേറ്റ് എമൗണ്ട് അത്രേ ഉള്ളൂ. ശരി, അടുത്തത് തീർന്നു. നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് എന്താ? റെമിഷൻ ഓഫ് ഡ്യൂട്ടി ഓൺ റീലിംഗ്വിഷ്മെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്. എന്ന് പറഞ്ഞാൽ ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, ബിഫോർ ഹോം ക്ലിയറൻസിന് മുന്നേ നമ്മളത് റീലിംഗ്വിഷ് ചെയ്തു, മറ്റൊരാൾക്ക് വിറ്റു, അതിന്റെ എല്ലാ റൈറ്റ്സും നമ്മൾ അയാൾക്ക് വിറ്റു. അപ്പൊ ഇനി എനിക്ക് ലയബിലിറ്റി ഇല്ല, അയാൾക്കാണ് ലയബിലിറ്റി. എനിക്ക് ലയബിലിറ്റി ഇല്ല, അയാൾക്കാണ് ലയബിലിറ്റി. പിടിയോ? ഇത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാൻ. ഇനി 2 സെക്ഷൻസ് ചുമ്മാ കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷനിൽ പറയുന്നത് എന്തെന്ന് അറിയാമോ? കാരണം അതിനകത്ത് പഠിക്കാൻ കണ്ടന്റ് ഒന്നുമില്ല. അതായത് പവർ ടു മേക്ക് റൂൾസ് ഫോർ ഡീനാച്ചുറേറ്റിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചില ഗുഡ്സുകളൊക്കെ ഇല്ലടാ. നമ്മുടെ റോ മെറ്റീരിയൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഞാൻ സിമെന്റ് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചു. സിമെന്റ് ഉണ്ടാക്കാനായിട്ട് എനിക്കൊരു പ്രത്യേകതരം ക്ലേ വേണം, ഒരു പ്രത്യേകതരം കെമിക്കലും വേണം. പ്രത്യേകതരം ക്ലേയും വേണം, ഒരു പ്രത്യേകതരം കെമിക്കലും വേണം. ശ്രദ്ധിച്ചോ? അപ്പോൾ ആ ഒരു ക്ലേയുടെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 30%. ക്ലേയുടെ ടാക്സ് റേറ്റ് എന്ന് നമ്മുടെ കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 30%. ശരി, ആ കെമിക്കലിന്റെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ഒരു 25%. ഇത്രയാണ് 25%. ശരി, ഞാൻ അവരോട് പറയാം, സർ ഈ ക്ലേ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നതും ഈ പറഞ്ഞ കെമിക്കൽ ഇമ്പോർട്ട് ചെയ്യുന്നതും ക്ലേയും കെമിക്കലായിട്ട് നമ്മുടെ നാട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഞാനത് ഇമ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിമെന്റിനാകെ ഇവിടെ ടാക്സ് 10% ഉള്ളൂ. അല്ലെങ്കിൽ സിമെന്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 10% ആണ് ഞാൻ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരാം. അപ്പോൾ നോക്കി, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇതിന്റെ നേച്ചർ മാറുന്നത്. അതായത് ഈ പറഞ്ഞ ക്ലേയും ഈ പറഞ്ഞ കെമിക്കലും മിക്സ് ചെയ്തപ്പോൾ സിമെന്റായി മാറി, സിമെന്റിനാകെ 10% ഉള്ളൂ. പിടിക്കോ? അവരുടെ മുമ്പിൽ ഞാൻ തെളിയിച്ചു കൊടുത്തു. അപ്പം വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഈ നേച്ചർ മാറുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ 30%, 25% മാറ്റിയിട്ട് വേണമെങ്കിൽ അവർക്ക് 10% ആക്കി തരാം. കാരണം സിമെന്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ആവും. ഞാൻ ഈ കെമിക്കൽ ഈ സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഇവിടെ പ്രോസസ് ചെയ്ത് ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തിനാ 30, 25 മേടിക്കുന്ന? 10 മേടിച്ചാൽ മതി. കാരണം സിമെന്റിന് വേണ്ടിയിട്ടാണല്ലോ. സാധനം പിടിയിട്ടോ? അതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്, കസ്റ്റംസ് ഓഫീസർക്കുണ്ട്. അവർക്ക് അവരുടെ മുമ്പിൽ നമ്മൾ സാറ്റിസ്ഫാക്ടറി ആണ് അവർക്ക് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ റേറ്റ് നമുക്ക് കുറച്ചു തരാം. പിടിയിട്ടോ? അപ്പൊ നോക്കി, പവർ ടു മേക്ക് റൂൾസ് ഫോർ ഡീനേച്ചറിങ് ഓർ മൾട്ടിലേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കോമ്പോസിഷൻ നമ്മൾ മാറ്റുന്നു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മാറ്റി അവരെ കാണിച്ചു കൊടുത്തു. സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമുക്ക് മാറ്റി തരാനുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ കസ്റ്റം ഡിപ്പാർട്ട്മെന്റ്, ഇത് സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് മേ മേക്ക് റൂൾസ് ഫോർ പെർമിറ്റിംഗ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഓണർ ടു ഡീനാച്ചുറിങ് അല്ലെങ്കിൽ മൾട്ടിലേറ്റിംഗ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് വിച്ച് ആർ ഓർഡിനറി. കുറച്ച് നമ്മുടെ എന്താ പറയുക, ലാംഗ്വേജ് എഴുതി അതിൻ്റെ ഓർഡിനറി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, കാരണം അത് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനായിട്ടൊന്നും ഇല്ല. ശരി, അടുത്തത് പവർ ടു ഗ്രാൻഡ് എക്സംഷൻ. ചില സിറ്റുവേഷനിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ എക്സംഷൻ ഗ്രാൻഡ് ചെയ്യാം. എന്താ? ഇന്ന സാധനം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കസ്റ്റം ഡ്യൂട്ടി ഇല്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതിന്റെ പവർ ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് വേണമെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ പാസ്സാക്കാം ഒഫീഷ്യൽ ഗസറ്റിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ കൊണ്ടുവരാം. ഇങ്ങനെ 2 സിറ്റുവേഷനിൽ നമുക്ക് എക്സംഷൻസ് കൊടുക്കാം. GST-യിലും ടാക്സിലും ഒക്കെ എക്സംഷൻ പഠിച്ചില്ലേ? അതുപോലെ അത്രേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഫുൾ ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ നമുക്ക് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ സംഭവം എന്ത് ചെയ്യാം? അപ്പൊ നിങ്ങളൊന്ന് എൻ്റെ കൂടെ പറഞ്ഞേ, എന്താണ് സംഭവം? കസ്റ്റംസ് സിമ്പിൾ അല്ലേ? കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് ആണ് കസ്റ്റംസ് ടാക്സ് എന്ന് പറഞ്ഞത്. ഗുഡ്സിന് മാത്രമാണ് ആപ്ലിക്കബിൾ. ശരി, കസ്റ്റംസ് ആക്ടിന്റെ വർഷം ഓർമ്മയുണ്ടോ? 1962 കസ്റ്റംസ് ആക്ട്. കസ്റ്റംസ് ടാരിഫ് ആക്ട് എന്നാണ് 1975. ശരി,
കസ്റ്റംസ് ആക്ടിൽ പ്രൊവിഷൻസും ഒക്കെയാണ് പറയുന്നത്. കസ്റ്റംസ് ടാരിഫ് ആക്ടിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സും റേറ്റ് ഓഫ് ടാക്സ്, ഷെഡ്യൂൾ 1 ഇമ്പോർട്ടേഷന്റെ ടാക്സും ഷെഡ്യൂൾ 2 എക്സ്പോർട്ടേഷന്റെ ടാക്സും. ശരി, സോഴ്സസ് ഓഫ് ലോ എന്താ? കസ്റ്റംസ് ആക്ട്, കസ്റ്റംസ് ടാരിഫ് ആക്ടും റൂൾസും റെഗുലേഷൻസും. ശരി, ആപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലാൻഡ്, വാട്ടർ, എയർ. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാം, എയർ എന്ന് പറഞ്ഞാൽ എന്താ? ടെറിട്ടോറിയൽ വാട്ടറിന്റെയും ലാൻഡിന്റെയും മുകളിലുള്ള എയർ. ശരി, വാട്ടർ എന്ന് പറഞ്ഞാൽ ടെറിട്ടോറിയൽ വാട്ടർ 12 നോട്ടിക്കൽ മൈൽസ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ലിമിറ്റഡ് പർപ്പസിന് വേണ്ടി മാത്രം, അതായത് നമ്മുടെ ഓയിൽ റിക്സുകൾക്ക് വേണ്ടി മാത്രം. പിന്നെ അടിയിലുള്ള കോണ്ടിനെന്റൽ ഷെൽഫും നമ്മുടെ മാരിടൈം സോൺ ആക്ടിൽ പറയുന്ന ഏതെങ്കിലും ഐറ്റത്തിനെയും കോണ്ടിനെന്റൽ ഷെൽഫ് എന്നും ടെറിട്ടോറിയൽ വാട്ടർ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഇന്ത്യ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ശരി, അപ്പൊ ഇന്ത്യയുടെ ഫുൾ അവകാശമുള്ള സ്ഥലം ഏതാ? ലാൻഡും ടെറിട്ടോറിയൽ വാട്ടറും, അതിന്റെ അടിയിലുള്ള ഭൂമിയും അതിന് മുകളിലുള്ള എയർ, ഫുൾ ഇന്ത്യ. അതിനപ്പുറമുള്ള സ്പേസിനെ നമുക്ക് ഇന്റർനാഷണൽ എയർ സ്പേസ് എന്ന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ വാട്ടേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഹൈ സീ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് അപ്പുറത്തുള്ള സാധനത്തിനെയാണ് ഹൈ സീ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വെസൽ, എയർക്രാഫ്റ്റ്, വെഹിക്കിൾ, സ്റ്റോർസ്, ബാഗേജസ്, കറൻസീസ് ഓർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇതിനെല്ലാം ഗുഡ്സ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇമ്പോർട്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഇമ്പോർട്ട് നമ്മുടെ കസ്റ്റംസ് ബാരിയർ താണ്ടിക്കഴിഞ്ഞാൽ 12 നോട്ടിക്കൽ മൈൽസ് താണ്ടിക്കഴിഞ്ഞാൽ അപ്പം മുതൽ അത് ഇമ്പോർട്ടാണ്. പിന്നെ അത് കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ്. നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് ഹോം കൺസംഷന് വേണ്ടി കൊണ്ടുപോകുന്നതും ഒരേ ഇമ്പോർട്ടേഷൻ ആണ്. അത് കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് ഗുഡ്സ് ആയി ഇമ്പോർട്ടേഷൻ കംപ്ലീറ്റ് ആയി. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെയിം, നമ്മൾ എപ്പോഴാണോ അതിനെ പ്രസന്റ് ചെയ്യുന്നത് ഫോർ എക്സ്പോർട്ടേഷൻ, അപ്പോൾ മുതൽ എപ്പോഴാണോ നമ്മുടെ കസ്റ്റംസ് ബാരിയർ താണ്ടുന്നത് അതുവരെ അതിനെ എക്സ്പോർട്ട് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. പിന്നെ കുറേ ഡെഫിനിഷൻ, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, അസസ്മെന്റ് ഇമ്പോർട്ടൻ്റ് അല്ല. ബാഗേജ് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഞാൻ ഈ പറയുന്ന ഐറ്റംസ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. ബാഗേജ് ഒന്ന് ഓർത്ത് വെച്ചോ. ബെനിഫിഷ്യൽ ഓണർ നിങ്ങൾ പഠിക്കേണ്ട, ബിൽ ഓഫ് എൻട്രി പഠിക്കണം. ബിൽ ഓഫ് എൻട്രി ഓർത്ത് വെച്ചോ. ടിക്കറ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മറ്റേത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു എക്സ്റ്റൻസീവ് റീഡിങ്ങിന് വേണ്ടി മാത്രം നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി. ശരി, ബിൽ ഓഫ് എൻട്രി പഠിക്കണേ. ശരി, അതുപോലെ ബിൽ ഓഫ് എക്സ്പോർട്ട് അതും പഠിക്കണേ. അത് നിങ്ങൾ ഓർത്ത് വെക്കാമല്ലോ. ഇനി ബോർഡ് പഠിക്കേണ്ട നിങ്ങൾക്ക് തനിയെ വരും. കോസ്റ്റൽ ഗുഡ്സ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, കോസ്റ്റൽ ഗുഡ്സ്. കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ പറയുന്ന കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റൽ ഗുഡ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ശരി, കൺവെയൻസ് പഠിക്കേണ്ട, നിങ്ങൾക്ക് അറിയാം കൺവെയൻസ് എന്താണെന്ന് അറിയാം. കസ്റ്റം സ്റ്റേഷൻ, കസ്റ്റം പോർട്ട് ഇതൊന്നും പഠിക്കേണ്ട. ഫോറിൻ ഗോയിങ് ഷിപ്പ് പഠിക്കേണ്ട, ഇത് പഠിക്കണം കേട്ടോ. എന്താ അറൈവൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്നോ ഇമ്പോർട്ട് റിപ്പോർട്ട് എന്നോ വിളിക്കും, പഠിക്കണം. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീണ്ടും പഠിക്കും. പേഴ്സൺ ഇൻ ചാർജ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, പഠിക്കേണ്ട നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും അല്ലേ. ശരി, പ്രൊഹിബിറ്റഡ് ഗുഡ്സ് പഠിക്കണ്ട, സ്റ്റോഴ്സ് പഠിക്കണ്ട. സ്റ്റോഴ്സ് ഒന്ന് നോക്കിക്കോ. ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സും പഠിക്കണം. ട്രാൻസിറ്റ് ഗുഡ്സും ട്രാൻസ്ഷിപ്മെന്റ് ഗുഡ്സും പഠിക്കണം. ഇതൊന്നും പഠിക്കണ്ട, ഇത് പഠിക്കണം കേട്ടോ. ഇത് ഏതാ? ഡ്യൂട്ടീസ് ഇത് നിങ്ങൾ പഠിക്കണേ. എന്തൊക്കെയാ? ഡെർലിക്റ്റ്, റെക്ക്, ജെറ്റ്സം, ഫ്ലോട്ട്സം, അതിനെല്ലാം ഡ്യൂട്ടി നമ്മൾ മേടിക്കും. പിന്നെ ഇതും പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താ സംഭവം? ഏതൊക്കെ സിറ്റുവേഷനിലാണ് കസ്റ്റം ഡ്യൂട്ടി വേണ്ടാത്തത്? പിൽഫേർഡ് ഗുഡ്സ്, ഡാമേജ്ഡ്, ഡിറ്റീരിയോറേറ്റഡ്, അതുപോലെ ഗുഡ്സ് ലോസ്റ്റ്, അതുപോലെ റീലിംഗ്വിഷ്മെന്റ് ഓഫ് റൈറ്റ്സ്. ശരി, നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ടെക്സ്റ്റ് നോക്കി. നമ്മൾ പഠിച്ചതല്ലാതെ എന്തെങ്കിലും പോയിന്റ് ഇതിനകത്ത് എക്സ്ട്രാ പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയുടെ കാര്യം കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മൊത്തം നോക്കിയതാണ്. സോഴ്സസ് ഓഫ് ലോ നമ്മൾ നോക്കിയതാണ്. കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ നമ്മൾ നോക്കിയതാണ്. ഇനി ബേസ് ലൈൻ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, കോണ്ടിനെന്റൽ ഷെൽഫ്, ഈ ഫ്ലോ ചാർട്ട് എല്ലാം നമ്മൾ നോക്കിയതാണ്. ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ എന്താ നമ്മൾ നോക്കിയതല്ലേ? അതെ. ചാർജിങ് സെക്ഷൻ അതും പഠിച്ചതാണ്. ഗുഡ്സിന്റെ ഡെഫിനിഷൻ അതും നമ്മൾ പഠിച്ചതാണ്. ഇമ്പോർട്ടേഷൻ എന്താണ്, എക്സ്പോർട്ടേഷൻ എന്താണ്, അത് നമ്മൾ പഠിച്ചതാണ്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, അസസ്മെന്റ്, ബാഗേജ്, ബിൽ ഓഫ് എൻട്രി, കസ്റ്റംസ്, പോർട്ട് എല്ലാം പഠിച്ചതാണ്. പ്രൊഹിബിറ്റഡ് ഗുഡ്സ്, സ്റ്റോഴ്സ്, ട്രാൻസിറ്റ്, ട്രാൻസ്ഷിപ്മെന്റ് എല്ലാം പഠിച്ചതാണ്. ഓക്കെ, താഴോട്ട് വരാണെങ്കിൽ റീഇമ്പോർട്ടേഷൻ, നമ്മുടെ ഈ പറഞ്ഞ റെക്ക്, ഡെർലിക്റ്റ്, ജെറ്റ്സം, ഫ്ലോട്ട്സം ആ സാധനങ്ങൾ. പിന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ വേണ്ടാത്ത 4 സിറ്റുവേഷൻസ്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ രണ്ടിൻ്റെയും ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രിഫേർഡ് ഗുഡ്സിന്റെയും ഈ ലോസ്റ്റും ഡിറ്റീരിയോറേറ്റഡിന്റെയും ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കും. ഇത് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഈ സാധനം ചോദിച്ചിട്ടുണ്ട്. ഈ ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെയും അതായത് പ്രിഫേർഡ് ഗുഡ്സിന്റെയും ഈ ഗുഡ്സ് ഡാമേജ് ഡിസ്ട്രോയിഡിന്റെയും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിന്റെയോ 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട്. അത് നിങ്ങൾ നോക്കണം കേട്ടോ. എക്സംഷൻസിന്റെ റൈറ്റ്. ഓക്കെ, ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 ആയിക്കോട്ടെ. ബാക്കി ഐറ്റംസ്, ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ കസ്റ്റംസ് ഭയങ്കര സിമ്പിൾ അല്ലേ. 1 മണിക്കൂറേ നമ്മൾ ക്ലാസ്, 1 മണിക്കൂർ അല്ലെങ്കിൽ ചില്ലറ മിനിറ്റ് മാത്രമേ ക്ലാസ് എടുത്തോളൂ. ആദ്യം ഞാൻ കുറേ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇതുപോലെ നമ്മൾ പഠിക്കും. അപ്പം മിനിമൽ ടൈമാണ് നമ്മുടെ അജണ്ട. കസ്റ്റംസ് എത്രയും പെട്ടെന്ന് തീർക്കണം. 10 മാർക്ക് സ്കോർ ചെയ്യണം. കാരണം GSTയും ഡയറക്ട് ടാക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം GST ആണ്. GSTയിലും കസ്റ്റംസിലും കൂടെ 50 മാർക്ക്. അതിൽ 50 നമ്മൾ സ്കോർ ചെയ്യും. പിന്നെ ഡയറക്ട് ടാക്സിൽ ഒരു 10-20 മാർക്ക് സ്കോർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ സ്കോർ ചെയ്യും. എക്സംഷൻ മേടിച്ച് നമ്മൾ ടാക്സ് പാസ്സാവും. ഓക്കെ, കോൺഫിഡൻസ്. ശരി, അപ്പോൾ ഇത്രയുള്ള നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.